കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഒരു മോർണിംഗ് ഹാഫ് നമുക്ക് ലഭിക്കുവാനായിട്ടിടയായി. ഞാൻ റൈറ്റ് ഡിവിഷൻ എന്ന് പറയുന്ന ഒരു ഫ്രെയിം വർക്ക് പറഞ്ഞ് തുടങ്ങി. അതിൻ്റെ പിന്നാലെ നദീഷ് ബ്രദർ സഭയാം മണവാട്ടി, അതുപോലെ തന്നെ സഭയാം മണവാട്ടിയുടെ ഉപദേശവും ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ, ബോഡി ഓഫ് ക്രൈസ്റ്റിൻ്റെ ഉപദേശവും തമ്മിലുള്ള ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി നമുക്ക് തരുവാനായിട്ടിടയായി. അതിനുശേഷം എൽദോ ബ്രദറിലൂടെ പഴയ നിയമവും പുതിയ നിയമവും ക്രൂശിൻ്റെ സുവിശേഷവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ അല്പമായിട്ട് താൻ വിശദീകരിക്കുവാനായിട്ടിടയായി. അതിൽ പഴയ നിയമവും പുതിയ നിയമത്തിൻ്റെ പ്രാരംഭ ഭാഗങ്ങളും തനിക്ക് തൊട്ടുവയ്ക്കുവാൻ സമയം ലഭിച്ചു. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഈ ആത്മീക സത്യങ്ങൾ, ഈ ആത്മീക മർമ്മങ്ങൾ വെളിപ്പെടുത്തുവാൻ, സംസാരിക്കുവാൻ ദൈവം കർത്താവിൻ്റെ ദാസന്മാരെ രണ്ടുപേരെയും ബലപ്പെടുത്തി. ഇന്ന് മധ്യാഹ്നത്തിന് ശേഷം ഞാൻ മിനിസ്ട്രി ഓഫ് റെക്കൺസിലിയേഷൻ, നിരപ്പിൻ്റെ ശുശ്രൂഷ എന്നൊരു വിഷയം നിങ്ങളോട് സംസാരിക്കുവാനായിട്ടാണ് ആഗ്രഹിച്ചിരുന്നത്. അതിനു വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്തിരുന്നത്. എന്നാൽ ഈ റൈറ്റ് ഡിവിഷൻ എന്ന് പറയുന്നൊരു തീം പറഞ്ഞു വരുന്നതിനാൽ ഞാൻ അതിൽ തന്നെ അല്പസമയം കൂടെ നിൽക്കുവാനായിട്ട് ആഗ്രഹിക്കുക. ആ ഒരു വിഷയം ശരിക്കും ഒന്ന് മനസ്സിലാകണം. ഇന്ന് നമ്മൾ ഈ റൈറ്റ് ഡിവിഷൻ എന്നുള്ളൊരു തീം എടുക്കാൻ കാരണം അനേക വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാനായിട്ടുണ്ട്. ഗ്രേസ് ഗോസ്പൽ സംസാരിക്കാം, മിസ്റ്ററി റെവലേഷൻ, പ്രീ ട്രിബുലേഷൻ റാപ്ചർ, അനേക വിഷയങ്ങളെ ആധികാരികമായിട്ട് ഫൗണ്ടേഷണൽ ഡോക്ട്രിൻസ് ഓഫ് ക്രിസ്ത്യാനിറ്റി, ഈ വിഷയങ്ങളൊക്കെ മണിക്കൂറുകളോളം ക്ലാസ് എടുക്കാവുന്ന വിഷയങ്ങളുണ്ട്. അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ വരും കാലങ്ങളിൽ സംസാരിക്കും. അതിനെക്കുറിച്ച് ഇതുപോലെ 2-3 ദിവസത്തെ സെമിനാറുകളായിട്ട് നമ്മൾ പഠിക്കും. എന്നാൽ ഇന്ന് ഇതിൻ്റെ എല്ലാം ബേസിക് ആയിരിക്കുന്ന റൈറ്റ് ഡിവിഷൻ, റൈറ്റ്ലി ഡിവൈഡ് എന്ന് പറയുന്നൊരു വിഷയം, അതിൽ നിങ്ങൾക്കൊരു പരിപൂർണ വിശ്വാസവും പരിപൂർണ ജ്ഞാനവും ആ വിഷയത്തിൽ ലഭിക്കണം. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോഴത്തേന് ബൈബിളിനെ ചോപ്പ് ചെയ്ത് കളയുന്നവർ, മുറിച്ച് മാറ്റുന്നവർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനല്ല സഹോദര സഹോദരി. ഈ പറയുന്നത് റൈറ്റ് ഡിവിഷൻ എന്ന് പറയുന്നത് അതല്ല എന്ന് പറഞ്ഞു കൊടുക്കാനും മാത്രം നിങ്ങൾക്ക് ആ ഒരു വിഷയത്തിൽ ഉറപ്പും ധൈര്യവും ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് തന്നെ ചില കാര്യങ്ങൾ കൂടി ഓർപ്പിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങളുടെ എല്ലാം പ്രസൻറ്റേഷൻ കേട്ട് കഴിയുമ്പോൾ ഒരിക്കൽ ആദ്യമായിട്ട് വരുന്ന ഒരാളാണ്, അല്ലെന്നുണ്ടെങ്കിൽ അധികം നമ്മളെ ശ്രദ്ധിച്ചിട്ടില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചില കൺഫ്യൂഷനുകൾ ഉണ്ടാകാം. ഞാൻ പറഞ്ഞു നിർത്തിയത് മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ വരെയാണ്. അവിടം വരെ നമുക്കല്ല എന്നൊക്കെ പറയുമ്പോഴത്തേന് നമുക്ക് ആകെപ്പാടെ കൺഫ്യൂഷൻ ഉണ്ടാകും. ചെറുപ്പം മുതലേ, കൊച്ചിലെ മുതലേ പഠിച്ചു വരുന്ന പുസ്തകം, അതിലൊരു നല്ല ശതമാനം നമുക്കല്ല. ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് നമുക്കില്ല. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ നമ്മുടെ സുവിശേഷം, 4 സുവിശേഷം, അതിൽ നമുക്ക് ബന്ധമില്ല എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളൊരു പക്ഷെന്നുണ്ടെങ്കിൽ എന്നെ തെറ്റിദ്ധരിക്കാൻ ചാൻസ് ഉണ്ട്. ഞാൻ അതുകൊണ്ട് അവിടെ ഒന്ന് പാച്ചപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അവിടെ ഒരല്പം കൂടെ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരാനാണ്. ഇതിലെ ഞാൻ പറഞ്ഞല്ലോ, കവർ ടു കവർ ഇത് മുഴുവനും ദൈവശ്വാസീയമാണ്. ഇതിനതിൽ ഏത് വാക്ക് കളയാൻ പറ്റും, ഏത് പേജ് കളയാൻ പറ്റും. ഇത് മുഴുവനും ദൈവത്താൽ രചിക്കപ്പെട്ടിരിക്കുന്നതും പരിശുദ്ധാത്മാവിനാൽ രചിക്കപ്പെട്ട പ്രമേയമാണ്. ദൈവത്തിൻ്റെ സ്വർഗീയ പദ്ധതിയാണ്. ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി ദർ ആർ 2 പ്രോഗ്രാംസ്. അത് നമുക്ക് മനസ്സിലാകാതെ പോയിരിക്കുന്നു. അതാണ് ഇതിൻ്റെ എല്ലാം മൂല കാരണം. നമ്മെ രക്ഷിക്കുവാനായിട്ട് ദൈവത്തിന് 2 ദൈവിക പദ്ധതികളുണ്ട്. അതാണ് പ്രോഫറ്റിക് പ്രോഗ്രാമും മിസ്റ്ററി പ്രോഗ്രാമും. ഈ മിസ്റ്ററി പ്രോഗ്രാം ദൈവം മറച്ചു വെച്ചിരുന്ന, സ്വർഗത്തിൽ മറഞ്ഞിരുന്ന ഒരു സ്വർഗീയ പദ്ധതിയാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്തിൽ ഇത് വെളിപ്പെടുത്തിയിട്ടില്ല. ദൈവം വെളിപ്പെടുത്തിയിരുന്ന പദ്ധതി പ്രോഫറ്റിക് പ്രോഗ്രാമാണ്. അത് ഉൽപ്പത്തി മുതൽ, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ മുതൽ, അപ്പോസ്തല പ്രവർത്തികൾ 1, 2, 3, 4 മുതൽ 8-ാമത്തെ അധ്യായം വരെ അതാ എഴുതി വരുന്നത്. എന്നാൽ 9-ാം അധ്യായത്തിൽ ദൈവം വേറൊരാളെ വിളിക്കുക. അതാണ് അപ്പോസ്തലനായ പൗലോസ്. തന്നിൽ കൂടെ പുതിയൊരു പദ്ധതി ആരംഭിക്കുക. അതാണ് മിസ്റ്ററി പ്രോഗ്രാം. ഇത് മറഞ്ഞിരുന്നു എന്ന് ഞാൻ രാവിലെ സംസാരിച്ചു. നിങ്ങൾക്ക് ഇതിനോടകം അത് മനസ്സിലായിട്ടുണ്ട്. ഹാഡ് ദൈ നോൺ ഇറ്റ് ദൈ വുഡ് നോട്ട് ഹാവ് ക്രൂസിഫൈഡ് ദ ലോർഡ് ഓഫ് ഗ്ലോറി. അറിഞ്ഞിരുന്നു എങ്കിൽ അവർ തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ദൈവം പർപ്പസ്ലി, ഡെലിബറേറ്റ്ലി അത് മറച്ചു വെച്ചിരുന്നു. അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ തൻ്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അങ്ങനെ മറഞ്ഞിരുന്ന ഒരു പദ്ധതിയാണ് അത് നമുക്ക് എന്ന് ഉൾക്കൊള്ളാൻ പറ്റുമോ അന്ന് നമ്മൾ ബൈബിളും മനസ്സിലാക്കി തുടങ്ങും. അല്ലെങ്കിൽ അതുവരെ നമ്മൾ ഒരു പദ്ധതിയോട് എല്ലാം കൂടി ഒരു പദ്ധതിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മൾ കുഴഞ്ഞു മറിഞ്ഞ് ആകെപ്പാടെ കിച്ചടി മാതിരി ആയിപ്പോകും. അതിൻ്റെ ദോഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുവിശേഷം അറിയാതെ പോകും. ഇന്നൊരു ക്രിസ്ത്യാനിയുടെ ഏതെങ്കിലും ഒരു 45,000-ലേറെ ക്രിസ്ത്യൻ ഡിനോമിനേഷൻസ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ ചർച്ചിൽ പോയിട്ട് സുവിശേഷം എന്താണെന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ 50 പേരോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 50 ഡിഫറെൻ്റ് ആൻസറുകൾ കിട്ടും. ക്രിസ്ത്യാനിയാണ്, പക്ഷെ സുവിശേഷം എന്താണെന്ന് നമുക്കിന്ന് അറിയത്തില്ല. ഒരു പരമാർത്ഥമാണ് ഞാനീ പറയുന്നത്. ഞാനിത് പറഞ്ഞു തുടങ്ങിയതിന് ശേഷം ഈ കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് പല രീതിയിലുള്ള പല ടെസ്റ്റുകളും ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ എനിക്ക് കിട്ടിയ ഫീഡ്ബാക്കുകളും മറുപടികളും എൻ്റെ ബേസിസിലാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. നമ്മുടെ സുവിശേഷം എന്താണെന്ന് നമുക്ക് അറിയാതെ പോയിരിക്കുന്നതിൻ്റെ കാര്യം നമ്മളിതിനെ റൈറ്റ്ലി ഡിവൈഡ് ചെയ്ത് പഠിച്ചിട്ടില്ല. നമ്മുടെ പദ്ധതി എന്താണ്, യഹൂദനോട് പറഞ്ഞിരുന്ന ദൈവിക പദ്ധതി എന്താണെന്ന് നമുക്കറിയത്തില്ല. വാഗ്ദത്ത പ്രോഗ്രാം അബ്രഹാമിൻ്റെ സന്തതിയായി, ദാവീദിൻ്റെ സന്തതിയായി യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അബ്രഹാമിക് കവണൻറ്റ്, ഡേവിഡിക് കവണൻറ്റ് അത് ഫുൾഫിൽ ചെയ്യുവാൻ യേശു ക്രിസ്തു അതേ ലീനിയേജിൽ ലോകത്തിൽ വന്നിരിക്കുന്നു എന്ന് അവരോട് പറയുക. മത്തായി, നമുക്ക് ഈ വിഷയം പൂർണ്ണമായിട്ട് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഒരു ഭയങ്കര കൺഫ്യൂഷനായി പറയുന്നത്. ഞാൻ നിങ്ങളെ ആരെയും കുറ്റം പറയത്തില്ല. കാര്യം സൺഡേ സ്കൂൾ മുതൽ കാറ്റക്കിസം മുതൽ പഠിച്ചു വരുന്നത് ഇതാ. അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രെയിൻ അങ്ങനെ അതിനെ ട്യൂൺ ചെയ്തിരിക്കുക. അപ്പോൾ അത് കാരണം നമുക്ക് പെട്ടെന്നൊരു കാര്യം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പാടാണ്. ഐ ആം വിത്ത് യു. ഞാൻ നിങ്ങൾക്ക് എതിര് പറയുകയല്ല. നിങ്ങളെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നെ ശ്രദ്ധിക്കുന്ന, ഓൺലൈനിൽ കൂടെ വരുമ്പോഴും ഒക്കെ എന്നെ ശ്രദ്ധിക്കുന്നവരെ കൂടെ ചേർത്താണ് ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ റൈറ്റ് ഡിവിഷൻ എന്താണെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാകണം. ഇല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ തെറ്റെന്താണെന്ന് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാം. ലെറ്റ്സ് സേ നമുക്ക് ഈ റൈറ്റ് ഡിവിഷൻ ഒന്നും അറിയത്തില്ല. നമുക്ക് ബൈബിൾ അറിയാം, കർത്താവ് നമുക്ക് എഴുതി തന്നിരിക്കുന്നതാണ്, ഞാൻ അതിൽ വിശ്വസിക്കുന്നു, ഇതെൻ്റെ ജീവനാഡിയാണ്. ഫൈൻ, ഇത് ജീവനാഡി തന്നെയാണ്, ഇതിനതിൽ ഒരു വാക്ക് പോലും കളയാനില്ല. എന്നാൽ ഇത് അറിയാതെ പോയാൽ എന്താ വമ്പൻ മിസ്റ്റേക്കുകൾ വരുന്നതെന്നറിയാം. ഒരു ചെറിയ മിസ്റ്റേക്ക് മാത്രം ഞാൻ പറയാം. അതാണ് സഭ എന്നാരംഭിച്ചു, ക്രിസ്തീയ മാർഗം എന്നാരംഭിച്ചു എന്ന് നമുക്കറിയത്തില്ല. ഒട്ടുമുക്കാലും ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത് അങ്ങ് അഹരോൻ്റെ കാലം മുതലേ ആരംഭിച്ചു എന്നാണ്. അഹരോൻ മോശയോടൊന്നിച്ച് ആദ്യ ആചാരിത്വം പ്രാപിച്ചു. അഹരോൻ മോശയോടൊന്നിച്ച്, മോശ അത് സ്കറിയായിക്ക് ഏകി, സ്കറിയ അത് യോഹന്നാനേകി, യോഹന്നാൻ അത് കർത്താവിനും കർത്താവ് തൻ സ്ലീഹന്മാർക്കും. മനസ്സിലായോ? അഹരോനിൽ നിന്ന് മോശയിൽ നിന്ന് മഹാപുരോഹിതന്മാർക്ക് കൈമാറി വന്നു. അതിനുശേഷം അത് സക്കറിയ പുരോഹിതനെത്തി, സക്കറിയ പുരോഹിതൻ യോഹന്നാന് കൈമാറി, യോഹന്നാൻ സ്നാപകൻ അത് യേശുക്രിസ്തുവിനെ യോർദാനിൽ സ്നാനം കഴിപ്പിച്ചപ്പോൾ യേശുക്രിസ്തുവിന് കൈമാറി, കർത്താവ് തൻ സ്ലീഹന്മാർക്കും 12 അപ്പോസ്തലന്മാർക്ക് കൈമാറി. അങ്ങനെ സ്ലീഹന്മാരിൽ നിന്ന് നമ്മളിൽ എത്തിയിരിക്കുന്നു. ഇതാണ് ഒരു വലിയ കൂട്ടത്തിൻ്റെ വിശ്വാസം. എന്തോ ഒരു ഭയങ്കര വമ്പൻ തെറ്റാണെന്നറിയാമോ? തെറ്റെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിൽ പ്രകാരം അത് സമർത്ഥിക്കാൻ പറ്റത്തില്ല. നമ്മളോട് ദൈവം കണക്ക് ചോദിക്കുന്ന ഒരേ ഒരു പുസ്തകം ഇതാ. ഇത് സത്യപുസ്തകമാണ്. ഇതിൻ്റെ 1-ാമത്തെ പേജ് മുതൽ അവസാനം വരെ സത്യം എഴുതി ഇതിൻ പ്രകാരം നമ്മളെ ന്യായം വിധിക്കും. അതിനുശേഷം വേറൊരു വലിയ ഗ്രൂപ്പിനെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്താവ് ലോകത്തിൽ വന്നപ്പോൾ ക്രിസ്ത്യാനിറ്റി ആരംഭിച്ചു. യേശു ക്രിസ്തു ലോകത്തിൽ ജനിച്ചപ്പോൾ ഞാൻ നിങ്ങളോട് സുവിശേഷിപ്പാനുള്ളൊരു മഹാസുവിശേഷം, ഈ ലോകത്തെ അറിയിപ്പാനുള്ളൊരു മഹാസുവിശേഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. അങ്ങനെ കർത്താവ് ജനിച്ചപ്പോൾ ക്രിസ്ത്യാനിറ്റി ആരംഭിച്ചു എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. കർത്താവ് മരിച്ചപ്പോൾ ക്രിസ്ത്യാനിറ്റി ആരംഭിച്ചു എന്ന് വിശ്വസിക്കുന്ന വലിയൊരു ഗ്രൂപ്പുണ്ട്. വേറൊരു ഗ്രൂപ്പ് വിശ്വസിക്കുന്നത് കർത്താവ് മരിച്ചു, കർത്താവ് ഉയർത്തെഴുന്നേറ്റ് പോയി, അതിനുശേഷം 50-ാം നാളിൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ക്രിസ്ത്യാനിറ്റി ആരംഭിച്ചു എന്ന് വിശ്വസിക്കുന്ന വലിയൊരു ഗ്രൂപ്പുണ്ട്. ഈ കൺഫ്യൂഷൻ വരാൻ കാര്യം എന്താണെന്നറിയാമോ? റൈറ്റ് ഡിവിഷൻ ചെയ്തിട്ടില്ല. പഴയ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വാഗ്ദത്ത പദ്ധതി എന്താണ്, മിസ്റ്ററി പദ്ധതി എന്താണെന്ന് ജനത്തിന് അറിയത്തില്ല. അതുകൊണ്ടാണ് ഈ കൺഫ്യൂഷൻ. 1-2 നിറയെ കൺഫ്യൂഷനാണ്. പരിശുദ്ധാത്മാവാൻ ദൈവം ലോകത്തിൽ വന്നപ്പോൾ പെന്തക്കോസ്ത് നാളിൽ സഭ ആരംഭിച്ചു. ഇന്ന് അത് ഉറച്ചിരിക്കുന്ന ഒത്തിരി പേരുണ്ട്, ഒത്തിരി ഡിനോമിനേഷൻസ് ഉണ്ട്. അതിലാണ് ഏറ്റവും കൂടുതൽ വിശ്വസിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്താ, അതിപ്പോൾ അന്ന് നടന്നാൽ എന്താ, വേറൊരു ദിവസം നടന്നാലും അതിന് മുമ്പൊരു ദിവസം നടന്നാലും ഇതിലൊക്കെ എന്താ ഇതിന് മാത്രം ഒരു ഡേറ്റിനൊക്കെ ഇത്ര പ്രത്യേകത ഉണ്ടെന്ന് നമ്മൾ ചോദിക്കുക. ലെറ്റ്സ് സേ ഫോർ എക്സാമ്പിൾ, അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം പെന്തക്കോസ്ത് നാളിലാണ് സഭ ആരംഭിച്ചത് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അന്നേ ദിവസം നടന്ന കാര്യങ്ങളും അന്ന് അവിടെ കൂടി വന്നിരുന്നവരും ഒക്കെ ഇതിൻ്റെ ആൾക്കാരായിട്ട് മാറും. 12 അപ്പോസ്തലന്മാർ അവിടെ കൂടിയിരുന്നത്, അവരതുകൊണ്ട് ഇതിൻ്റെ തലത്തൊട്ടപ്പന്മാരായി മാറി.
അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സെയിൻറ്റ് പീറ്റേഴ്സ്, സെയിൻറ്റ് തോമസ്, സെയിൻറ്റ് ജോൺ, സെയിൻറ്റ് ബർത്തലോമായി, സെയിൻറ്റ് സ്റ്റീഫൻ, ഇവരെല്ലാം ആയിക്കഴിഞ്ഞു. ഇവരുടെ പേരിലായി കഴിഞ്ഞു ചർച്ച്. കാര്യം അവരാണ് ചർച്ച് സ്ഥാപിച്ച 12 അപ്പോസ്തലന്മാർ. അന്ന് കൂടി വന്നപ്പോഴാണ് സഭ ആരംഭിച്ചത്. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴത്തേന് ക്രിസ്തീയ മാർഗം എന്താണെന്ന്, ക്രിസ്തീയ മാർഗത്തിൻ്റെ സുവിശേഷമേ മാറിപ്പോവുക. 2, അവിടെ നിന്ന് പത്രോസ് അപ്പോസ്തലൻ പ്രസംഗിക്കുന്നത്, നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെട്ട്, ഇപ്പോൾ മാനസാന്തരം 1ാമത്തെ ഉപദേശമായി, നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെട്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കും. ആ 38 മുതൽ 44 വരെ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളിൽ സഭയുടെ ഉപദേശങ്ങൾ മുഴുവനും പറഞ്ഞിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു ഡേറ്റ് മാറിപ്പോയതിൻ്റെ വ്യത്യാസമായി കാണുന്നത്. ഈ ഒരു സമയം അല്ലെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം സഭ ആരംഭിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അപ്പോസ്തലന്മാർ 12 അപ്പോസ്തലന്മാരായി, അവരാണിത് സ്ഥാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവരുടെ മേലെ പള്ളിയുടെ മേലെ പള്ളി പണിതിരിക്കുന്നു. അന്ന് അവരെന്ത് പറഞ്ഞോ അത് സഭയുടെ ഉപദേശമായിരിക്കുന്നു, ഫൗണ്ടേഷണൽ ഡോക്ട്രിനായിരിക്കുന്നു. നിങ്ങൾ അങ്ങനെ നിന്ന് കഴിഞ്ഞാലത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിസ്ത്യാനിറ്റി എന്താണെന്ന് മനസ്സിലാകാതെ പോകും. ഞാൻ ഈ വിഷയത്തിലൊരു ഓപ്പൺ ചലഞ്ച് ഞാൻ യൂട്യൂബിൽ കൂടിയും എൻ്റെ ബൈബിൾ ക്ലാസ്സിലൂടെയൊക്കെ വിട്ടിട്ടുണ്ട്. ആർക്കെങ്കിലും ഈ ഭൂലോകത്തിൻ്റെ കീഴിൽ, ഉലകത്തിൻ്റെ കീഴിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ സഭ, അതായത് ക്രിസ്തീയ സഭയെ ആരംഭിച്ചു എന്നൊന്ന് പറഞ്ഞ് തെളിയിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാനൊരു 1-ാം തരം നല്ല സമ്മാനം ഞാൻ ഇപ്പോഴും കൂടെ പറയാം, അവർക്ക് കൊടുക്കാം. സഭ എന്ന് പറയുന്ന ഒരു ദൈവിക വിളി ആക്ച്വലി അപ്പോസ്തല പ്രവൃത്തികൾ 2-ൽ ആരംഭിച്ചിട്ടില്ല. അവിടെ ഒരു ജാതിയനും വന്നിട്ടില്ല. അവിടെ ഒരു ജാതികൾക്കും രക്ഷ ലഭിക്കുന്ന പ്രസ്ഥാനം പറഞ്ഞിട്ടില്ല. അത് മുഴുവനും യഹൂദന്മാരോട് പറഞ്ഞിരിക്കുന്നു. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാനിൽ കർത്താവ് എന്തവരെ പഠിപ്പിച്ചോ, ശിഷ്യന്മാരോട് എന്ത് ചെയ്യാൻ പറഞ്ഞോ, അതിൻ്റെ പ്രതിഫലനവും അതിൻ്റെ അടുത്ത റിസൾട്ടാണ് കാണുന്നത്. അവരോട് പറയുകയാണ്, നിങ്ങൾ യെരുശലേമിൽ തന്നെ പാർപ്പീൻ, നിങ്ങൾ യെരുശലേമിലും യഹൂദിയിൽ എല്ലായിടവും പിന്നെ ശമരിയിലും അതിനുശേഷം ഉലകമെമ്പാടും പോയി എൻ്റെ സാക്ഷികളാകും. അതുകൊണ്ട് നിങ്ങൾ ഇവിടുന്ന് വാങ്ങിപ്പോകാതെ യെരുശലേമിൽ തന്നെ പാർപ്പീൻ, ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കും, ശക്തി ലഭിച്ചതിന് ശേഷം ലോകമെമ്പാടും പോയി എൻ്റെ സാക്ഷികളാകുവീൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വരികയും അവരോട് കൽപ്പിച്ചതിന് പ്രകാരം അപ്പോസ്തല പ്രവൃത്തികൾ 2-ാമത്തെ അധ്യായത്തിൽ പിതാക്കന്മാർ മുതലേ വാഗ്ദത്തം ചെയ്തിരുന്ന ആ പരിശുദ്ധാത്മാവിനെ അവരുടെ മേൽ പകരുക. യോവേൽ പ്രവാചകനൊക്കെ പറയുന്നത്, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. കർത്താവ് ലോകത്തിൽ വരുന്നതിന് 600 വർഷം മുമ്പ് ജീവിച്ചിരുന്ന പ്രവാചകനാണ് യോവേൽ പ്രവാചകൻ. ആരോടാ യോവേൽ പ്രവാചകൻ ഇത് പറഞ്ഞ്? ജാതികളോടാ? യഹൂദനോട് പറഞ്ഞിരിക്കുന്ന അവരുടെ പ്രവാചകന്മാരാണ്. യെശയ്യാ പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന, എൻ്റെ സന്താനത്തിന്മേൽ ഞാൻ നിൻ്റെ ആത്മാവിനെയും എൻ്റെ സന്തതിമേൽ ഞാൻ നിൻ്റെ അനുഗ്രഹങ്ങളെയും പകരും. അവരോടെല്ലാം എല്ലാ പ്രവാചകന്മാർ മുഖാന്തരവും പറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകമുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് പെന്തക്കോസ്ത് നാൾ പണ്ട് മുതലേ, സീനായി മല മുതലേ അവർ ആഘോഷിച്ചു വരുന്നത്. അതിനുശേഷം യഹൂദൻ 2ആയിട്ട് പിരിയുന്നു, നോർത്തേൺ കിങ്ഡം, സൗത്തേൺ കിങ്ഡം. ഇസ്രായേൽ എന്നും യഹൂദ എന്നും പറഞ്ഞു, ദ ഹൗസ് ഓഫ് ജൂഡ ആൻഡ് ദ ഹൗസ് ഓഫ് ഇസ്രായേൽ. അവരെ ഒന്നിച്ച് ചേർക്കുന്ന, അവർ രണ്ടും കൂടെ ഒരു ദേശമായി, ഒരു രാജാവ് അവരെ വാഴുന്ന ഒരു ദിനം വരും. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ദൈവം അവർക്ക് വേണ്ടി കൊടുത്തിരുന്ന ഉത്സവങ്ങളിൽ ഒന്നായി പെന്തക്കോസ്ത് പെരുന്നാൾ എന്ന് പറയുന്നത്. ആ പെന്തക്കോസ്ത് പെരുന്നാൾ കൂടി വന്നപ്പോൾ വാഗ്ദത്ത പ്രകാരം പരിശുദ്ധാത്മാവാൻ ദൈവം അവരുടെ ഇടയിലേക്ക് വരുന്നത് അവരെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. കാര്യം കർത്താവായ യേശു ക്രിസ്തു അവർക്കൊരു ഭയങ്കര ഗ്രേറ്റ് കമ്മീഷൻ കൊടുത്തിരിക്കുകയാണ്, ഒരു നിയോഗം കൊടുത്തിരിക്കുക. അത് ഉലകത്തിൻ്റെ അറ്റം മുതൽ അറ്റം വരെ പോയി അവരോട് സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉലകത്തിൻ്റെ അറ്റം മുതൽ അറ്റം വരെ യഹൂദൻ ചിതറിക്കിടക്കാൻ കാര്യം അവർ BC 700-കളിൽ അവരുടെ അസീറിയൻ പ്രവാസത്തിലേക്ക് അവരെ ഷൽമാനസറും ഷർഗോണും ഒക്കെ ചേർന്ന് പിടിച്ചുകൊണ്ട് പോയപ്പോൾ മുതലേ അവർ ചിതറിപ്പോയതാണ്. അതിനുശേഷം സൗത്തേൺ കിങ്ഡം അല്ലെന്നുണ്ടെങ്കിൽ യഹൂദ അതിനെ ബാബേൽ രാജാവ് നെബുക്കദ്നേസർ പിടിച്ചുകൊണ്ട് പോയ കാലം മുതലേ അവരെല്ലാം ചിതറിപ്പോയതാണ്. 30% യഹൂദനെ ഇസ്രായേലിലുള്ളൂ, അന്നുമുള്ളൂ ഇന്നുമുള്ളൂ. ഇന്ന് ഇസ്രായേലിലുള്ളതിനേക്കാൾ കൂടുതൽ യഹൂദൻ അമേരിക്കയിലുണ്ട്. അങ്ങ് അമേരിക്ക മുതൽ ഇങ്ങനെ ന്യൂസിലാൻഡ് വരെ അവർ ചിതറിക്കിടക്കുക. 30% യഹൂദനെ ഇന്നും ഇസ്രായേലിലുള്ളൂ. ബാക്കി റെസ്റ്റ് ഓഫ് ദ വേൾഡ് കംപ്ലീറ്റ്ലി അവർ സ്കാറ്റേഡ് ആണ്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം അവരോട് മോശയിക പ്രമാണപ്രകാരം പറഞ്ഞിരുന്നതാണ്, നിങ്ങൾ എൻ്റെ വചനം അനുസരിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ ലോകത്തിൻ്റെ അങ്ങേ അറ്റം മുതൽ ഇങ്ങേ അറ്റം വരെ ഞാൻ ചിതറിച്ച് കളയും. അങ്ങനെ ദൈവം ചിതറിച്ചിരിക്കുന്നതാണ്. അങ്ങനെ ഉലകം മുഴുവൻ അവർ ചിതറിപ്പോയിരിക്കുന്നതാണ്.
കർത്താവ് വന്ന് പറയുന്നത് അവരോട് ഈ സുവിശേഷം അറിയിക്കാൻ, ഉലകം മുഴുവനും ചിതറിക്കിടക്കുന്ന യഹൂദനെ ഈ സത്യം അറിയിക്കാൻ. പക്ഷെ എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ട്രാൻസ്ലേഷനകത്തൂടെയൊക്കെ അതിനെ വളച്ച് തിരിച്ച് സകല ദേശത്തും പോയി ഈ സുവിശേഷം അറിയിക്കാൻ പറഞ്ഞിരുന്നതിനെയൊക്കെ നമ്മളതിനെ ആ ട്രാൻസ്ലേഷൻ കൊണ്ട് സകല ജാതികളുമാക്കി തീർന്നു. ജാതികളല്ല, ഗോ ഈ ആൻഡ് പ്രീച്ച് ടു ദ ഹോൾ നേഷൻസ്. ആ നേഷൻസിൽ പോകാൻ പറഞ്ഞ ആ നേഷൻസിലെല്ലാം അവർ ചിതറിക്കിടക്കുക. അന്നേരം അവർ ചോദിക്കുന്നുണ്ട് കർത്താവിന്, അവർക്ക് ഇതിനകത്ത് ഒരു കൺഫ്യൂഷനും ഇല്ല. അത് കാര്യം അവർക്കറിയാം കർത്താവ് എന്താ പറയുന്നതെന്ന്. അന്നേരം അവർ ചോദിക്കുന്നു, കർത്താവ് ഇത് ഞങ്ങൾ എങ്ങനെ പോയി പറയുന്നത്? എനിക്ക് ഇവിടുത്തെ ഭാഷ അറിയാം, എനിക്ക് അവിടുത്തെ ഭാഷ അറിയത്തില്ല. ഞാൻ അവിടെ പോയി പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വിശ്വസിക്കത്തില്ല. യഹൂദൻ അടയാളം കാണാതെ ഒരു കാര്യവും വിശ്വസിക്കത്തില്ല. തന്നെയല്ല, മഹോപദ്രവ കാലം വരാൻ പോവുക. ഇതിന് മുന്നോട്ട് വരുന്നു കഴിഞ്ഞാൽ മഹോപദ്രവ കാലത്തിലേക്ക് കടക്കാൻ പോവുക. പാമ്പുകളും തേള് കുത്തുന്ന മാതിരിയുള്ള സംഗതികളൊക്കെ വരാൻ പോവുക. വെള്ളം കുടിക്കാൻ പറ്റത്തില്ല. ചത്തുപോയവൻ്റെ ബ്ലഡ് മാതിരി വെള്ളം, സമുദ്രത്തിലെ വെള്ളം മുഴുവനും അതുപോലെ ആയി പോകാൻ പോവുക. ഞങ്ങൾ എവിടെ പോയി ആരോട് പറയും? അങ്ങേ അറ്റം വരെ പോയി പറയണം. സകല മനുഷ്യനും, ആ അവസാനത്തവൻ വരെ ഇത് കേട്ടതിന് ശേഷമേ ഞാൻ മടങ്ങി വരുമെന്ന് കർത്താവ് പറയുമ്പോഴും കർത്താവ് അതിൻ്റെ കൂടെ ഒരു ക്ലോസോട് പറയുന്നുണ്ട്, നിങ്ങൾ ഇസ്രായേലിലെ പട്ടണങ്ങളെ മുഴുവനും ചുറ്റി സഞ്ചരിച്ച് തീരത്തില്ല, അതിന് മുമ്പായിട്ട് ഞാൻ വരും. ഈ നിൽക്കുന്ന തലമുറ ഒഴിഞ്ഞു പോകത്തില്ല, അതിന് മുൻപായിട്ട് ഞാൻ വരും. അതായത് ഈ ചുരുക്കം ചില വർഷങ്ങളുടെ കാര്യമാണ് കർത്താവ് പറഞ്ഞു. ഇതിനോടകത്ത് ഉലകം മുഴുവനും പോയി അവരെ ഇത് അറിയിക്കണം. ഒരു ഭയങ്കര ഗ്രേറ്റ് ടാസ്ക് അവർക്ക് കൊടുക്കുന്നത്. ഇതിനെയാണ് ഗ്രേറ്റ് കമ്മീഷൻ എന്ന് പറയുന്നത്. ഗോ ഈ ആൻഡ് പ്രീച്ച് ടു ദ ഹോൾ നേഷൻസ്. നമ്മളതിനെയൊക്കെ നൈസായിട്ട് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ജാതികളാക്കി മാറ്റി. അതിലോട്ടൊന്നും ഞാൻ കടക്കുന്നില്ല. അത് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോഗ്രാമിൽ തീരത്തില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു പദ്ധതി അത് യഹൂദനോട് പറഞ്ഞിരിക്കുന്നത്. അത് 2-ാമത്തെ അധ്യായത്തിൽ നടക്കുക. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാമത്തെ അധ്യായത്തിൽ അതാണ് നടക്കുന്നത്. നമുക്ക് അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിന് 9-ാം വാക്യം 10-ാം വാക്യമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഒരു 15 രാജ്യത്തിൻ്റെ പേരവിടെ പറയുന്നുണ്ട്. ഈ 15 രാജ്യത്തിൻ്റെ പേര് കേട്ടപ്പോഴത്തേനും ജാതികളല്ല ഇവിടെ എത്തിയെന്ന്. അവിടുന്ന് മരുന്നിനെടുക്കാൻ ഒരു ജാതിയൻ അവിടെ എത്തിയിട്ടില്ല. അവിടെ വരേണ്ട ആവശ്യമില്ല. ജാതിയന് ഇവിടുത്തെക്കുറിച്ച് ABCD അറിയത്തില്ല. പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്താ കാര്യമെന്ന് പറഞ്ഞ മാതിരിയാണ്. ഇവിടെ യഹൂദൻ പെന്തക്കോസ്ത് പെരുന്നാൾ നടക്കുക യെരുശലേമിൽ. അങ്ങ് ഭൂലോകത്തിൻ്റെ അങ്ങേ അറ്റത്തുനിന്ന് ഇങ്ങേ അറ്റം വരെയുള്ള യഹൂദന്മാർ മുഴുവൻ കെട്ടി വന്നേക്കുക. അത് ഫ്ലൈറ്റിൽ കയറി വന്ന് ടെല്ലവീവിൽ ഇറങ്ങുമൊന്നുമല്ല. അവിടെ ഫ്ലൈറ്റില്ല, അവിടെ വേറൊന്നുമില്ല. അവിടെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ടും വള്ളവും കപ്പലും കുതിരയും കഴുതയുടെ പുറത്ത് ആഴ്ചകളായിട്ട് മാസങ്ങളായിട്ട് യാത്ര ചെയ്ത് വരുന്നവരാണ്. അവരിൽ ആ സമയത്തേക്ക് യെരുശലേമിൽ എത്തിയിരിക്കുക. അവിടെ മണ്ണ് നുള്ളിയിട്ട താഴത്തിൽ. അതുപോലെ യഹൂദന പെന്തക്കോസ്ത് പെരുന്നാളിന് വന്നേക്കുക. അത് ചുമ്മാതെ വന്നാൽ അവർ വന്നേ പറ്റത്തുള്ളൂ. കൽപ്പനയാണ്. ആണ്ടിൽ 3 പ്രാവശ്യം കൊടുത്തിരിക്കുന്ന 7 പെരുന്നാളുണ്ട്. ആ 7 പെരുന്നാളുകൾ, ആദ്യത്തേത് പെസഹ പെരുന്നാൾ, 2 പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ, 3 ആദ്യഫലക്കറ്റയുടെ പെരുന്നാൾ. ഇത് 3 കൂടെ തലേദിവസവും പിറ്റേ ദിവസവുമായിട്ട് നടക്കും. ഇതിന് 1 വരണം. അത് കഴിഞ്ഞ് 4 മാസം കഴിയുമ്പോൾ പെന്തക്കോസ്ത് പെരുന്നാൾ വരും, അതിനൊന്ന് വരണം. അത് കഴിഞ്ഞ് 3 മാസം കഴിയുമ്പോൾ അടുത്ത് 3 പെരുന്നാളാണ്. അത് കാഹള പെരുന്നാൾ, മഹാപാപ പരിഹാര പെരുന്നാൾ, കൂടാര പെരുന്നാൾ. ഇത് 3 കൂടെ ഒന്നിച്ച് വരും തലേദിവസവും പിറ്റേ ദിവസവുമായിട്ട്. ഇങ്ങനെ ഉലകത്തിൻ്റെ മുഴുവനും ചിതറിക്കിടക്കുന്ന യഹൂദന്മാർ 20 വയസ്സിന് മേലോട്ട് പ്രായമുള്ള ആണുങ്ങളെല്ലാം യെരുശലേമിൽ വരണം. അങ്ങനെ പെന്തക്കോസ്ത് പെരുന്നാളിന് അവരെത്തിയിരിക്കുക. അതിന് 15 രാജ്യങ്ങളുടെ പേരവിടെ പറഞ്ഞിരിക്കുന്നു. അത് അവർ ചിതറിപ്പോയേക്കുന്ന രാജ്യങ്ങളാണ്. അവിടുന്ന് വന്നിരിക്കുന്ന എല്ലാം യഹൂദനും യഹൂദ മതാനുസാരികളുമാണ്. അവരുടെ ഇടയിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടാകുക, പിതാക്കന്മാരോട് വാഗ്ദത്തം ചെയ്ത പദ്ധതി നിറവേറുക. അതുകൊണ്ട് അവരോട് പറയാം, നിങ്ങൾ, പത്രോസ് പറയുക, നിങ്ങൾ നമ്മുടെ അപ്പൂപ്പന്മാർ മുതലേ കാത്തിരുന്ന് തല തല്ലി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന മശിഹ, നമ്മുടെ രാജാവ്, ആ രാജാവിനെയാണ് നിങ്ങൾ അറിയാതെ ക്രൂശിച്ച് കൊന്നിരിക്കുന്നത്. നിങ്ങൾ ചില്ലറ കാര്യമല്ല ചെയ്തേക്കുന്നത്. നിങ്ങൾ പീലാത്തോസ് കൈ കഴുകി വിട്ട കേസാണ്. പീലാത്തോസ് പറഞ്ഞ് എനിക്ക് ഈ രക്തത്തിൽ പങ്കില്ല എന്ന് പറഞ്ഞിട്ട് കൈ കഴുകിയതാണ്. അടുപ്പിച്ചത് എന്തിനാന്ന് ചോദിച്ചാൽ അടുപ്പിച്ചിട്ട് വിടാൻ, അടുപ്പിച്ചിട്ട് ക്രൂശിക്കത്തില്ല. ഒന്നിൽ അടി അല്ലെങ്കിൽ ക്രൂശ്. അടുപ്പിച്ചിട്ട് ക്രൂശിക്കുന്നത് കർത്താവിനെ അല്ലാതെ അതിന് മുമ്പ് ആരും ചെയ്തിട്ടില്ല, അതിന് ശേഷം ആരും ചെയ്തിട്ടില്ല. പീലാത്തോസ് അത്രയും ഉപകാരം വരെ ചെയ്തു. പക്ഷേ എന്നിട്ടും യഹൂദ മഹാപുരോഹിതനും സദൂക്യന്മാരും പരീശന്മാരും എല്ലാം ചേർന്ന് കർത്താവിൻ്റെ ക്രൂശിന് വേണ്ടിയിട്ട് അപേക്ഷിക്കുക, കരയുക, ആക്രോശിക്കുക. എന്തിനാണെന്നറിയാമോ? സാത്താൻ ഉള്ളിൽ കയറിയിരിക്കുക. സാത്താൻ്റെ ടാർഗറ്റ് കർത്താവിനെ ക്രൂശിക്കുക മാത്രമല്ല, ഇതോടുകൂടി പിതാവായ ദൈവം യഹൂദനെ വീണ്ടെടുക്കുന്ന പദ്ധതി അബോളിഷ് ചെയ്യണം, ഉപേക്ഷിക്കണം. അതിനെന്ത് ചെയ്യണം? അതിന് യഹൂദന്മാരുടെ നേതാക്കന്മാരെ കൊണ്ട് കർത്താവിനെ ക്രൂശിക്കണം. പീലാത്തോസ് ക്രൂശിച്ചാൽ പോരാ. അതുകൊണ്ടാണ് മഹാപുരോഹിതന്മാരെ കൊണ്ടും യഹൂദ മത നേതാക്കന്മാരെ കൊണ്ടും കർത്താവിൻ്റെ ക്രൂശീകരണത്തിന് വേണ്ടി അപേക്ഷിക്കുക.
അവരാലാണ് കർത്താവിനെ ക്രൂശിക്കുന്നത്. കാര്യം ദൈവം എന്നേക്കുമായിട്ട് ഇസ്രായേലിനെ വീണ്ടെടുക്കുന്ന പദ്ധതി ഉപേക്ഷിച്ച് കളയണം. ആ പദ്ധതിയാണ് അവർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ജനം, പത്രോസ് അവരുടെ മുന്നിൽ നിന്ന് പറയുക, നിങ്ങൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ രക്ഷകനെ, നമ്മുടെ മശിഹായ നിങ്ങൾ കൊന്നിരിക്കുക, ക്രൂശിച്ച് കൊന്നിരിക്കുക. അവിടെ നിന്നും പത്രോസ് പറയുന്നത്, നമ്മുടെ ഒരു കർത്താവ് കാൽവറിയിൽ നമുക്ക് വേണ്ടി യാഗമായിരിക്കുന്നു, അതിൽ വിശ്വസിച്ചായിട്ട് അതിലെ വിശ്വാസത്താൽ നിങ്ങൾ രക്ഷിക്കപ്പെടുമെന്നൊന്നുമല്ല. പത്രോസിന് അറിയത്തില്ല അവിടെ എന്താ നടന്നിരിക്കുക. അതിൻ്റെ തലേദിവസം പറഞ്ഞിട്ടും പത്രോസ് അപ്പോസ്തലൻ പറയുന്ന, കർത്താവ് നിനക്ക് അങ്ങനെ സംഭവിക്കല്ലേ എന്ന്. അതിൻ്റെ പിറ്റേ ദിവസം കുഴിച്ചിട്ടിട്ടും അവിടുന്ന് പോയി കാണാൻ പോകുമ്പോഴും മറിയെ കല്ലറയ്ക്കൽ നിന്ന് ഉയർത്തെഴുന്നേറ്റെന്ന് പറഞ്ഞപ്പോഴും അന്നേരം പുള്ളിക്ക് അറിയത്തില്ല ഇതിനെക്കുറിച്ച്. അവിടെ ചെന്ന് കണ്ടതിന് ശേഷമാണ് വിശ്വസിക്കുന്നത്. എനിവേ, ഇവിടെ പത്രോസ് അപ്പോസ്തലൻ അവരുടെ നടുക്ക് നിന്ന് പറയുക, യഹൂദ പുരുഷന്മാരെന്ന് വിളിക്കുന്ന ആരെയാ? ജാതികളെല്ലാം കൂടെ കൂടിയിരിക്കുന്നവരെയാ? യഹൂദന്മാരെയാ. ദർ ഈസ് നോ ബഡി അതർ ദാൻ ഇസ്രായേലൈറ്റ്സ്. അത് യഹൂദൻ്റെ പദ്ധതിയാണ്. അവിടെ വേറെ ആരെങ്കിലും കൂടിയാൽ തന്നെ അവൻ ഒരു ഏലിയനേറ്റഡ് ആണ്. ഇപ്പം നമ്മൾ മക്കയിൽ ഭയങ്കര അവരുടെ ആ ഹജ്ജ് പെരുന്നാൾ നടക്കുന്നതിനിടയ്ക്ക് ഞാൻ പോയി പെട്ടാൽ എൻ്റെ ഗതി എന്താ എന്ന് പറഞ്ഞ പോലെ അത് അവിടെ ഒന്നും ആരും വരത്തില്ല. അവിടെ വന്നിരിക്കുമ്പോഴും യഹൂദന്മാരാണ്. അവരോട് പത്രോസ് അപ്പോസ്തലൻ ഈ പറയുന്നത് കേട്ടോണ്ട് അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. എന്നിട്ട് അവർ പത്രോസ് അപ്പോസ്തലനോട് ചോദിക്കുക, ഗലീല പുരുഷന്മാരെ, എന്ത് ഗലീല പുരുഷന്മാരെന്ന് വിളിക്കാൻ കാര്യം? കർത്താവിൻ്റെ 12 ശിഷ്യന്മാരിൽ 11 പേരും ഗലീലക്കാരാണ്, മീൻ പിടിച്ച് നടന്നവരാണ്. ഒരുത്തം മാത്രമേ ഉള്ളായിരുന്നു യെരുശലേംകാരൻ, യൂദ. പുള്ളി കെട്ടി ഞാൻ ചാവുകയും ചെയ്തു. ഇപ്പോൾ ബാക്കി 11 പേരേ ഉള്ളത്. 11 പേരും ഗലീലക്കാരാണ്. അവരുടെ സംസാരത്തിൻ്റെ സ്ലാങ് കേൾക്കുമ്പോഴേ അറിയാം. അതുകൊണ്ട് അവരോട് ചോദിച്ചത്, ഗലീല പുരുഷന്മാരെ, ഞങ്ങൾ രക്ഷിക്കപ്പെടാൻ എന്ത് ചെയ്യണം? അബദ്ധം പറ്റിപ്പോയെന്നുള്ളത് മനസ്സിലായി, ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുക. അവരോടാണ് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്, ഇസ്രായേൽ പുരുഷന്മാരെ, നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെട്ട്. എന്തോ മാനസാന്തരം? നമ്മളൊക്കെ കംപ്ലീറ്റ് ഇതിനെ തെറ്റായിട്ട് മനസ്സിലാക്കിയിരിക്കുക. അവർ ദൈവജനമാണ്. ലെറ്റ് മീ കം ബാക്ക് ടു ദിസ് പോയിന്റ്. ഞാനൊരു അല്പം ഇവിടെ ഒന്ന് പറഞ്ഞിട്ട്, അവർ ദൈവജനമാണ്, ദൈവത്തിൻ്റെ സന്തതികൾ. അങ്ങനെ പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 22-ാമത്തെ വാക്യം ഒന്ന് കാണിച്ചേ. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 22-ാമത്തെ വാക്യം. ഇത് കണ്ടല്ലോ, നീ ഫറവോനോട്, ഇസ്രായേൽ ജനത്തിൻ്റെ കാര്യം പറയാം, നീ ഫറവോനോട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ആരാ? യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേൽ എൻ്റെ പുത്രൻ, എൻ്റെ ആദ്യജാതൻ തന്നെ. ദൈവത്തിൻ്റെ ജനമാണ്. ദൈവത്തിൻ്റെ ജനമാണ്. അങ്ങനെ ആവർത്തന പുസ്തകം 14-ാം അധ്യായം 2-ാം വാക്യം കൊടുത്ത് കാണിച്ച്. ആവർത്തന പുസ്തകം 14-ാം അധ്യായം 2-ാം വാക്യം. മുമ്പേ ഞാൻ പറഞ്ഞ വാക്യമാണ്, ഒന്നുകൂടെ കാണിക്കാം. നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ വിശുദ്ധ ജനമല്ലോ, വീണ്ടെടുത്തേക്കുന്നവരാ. ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് തനിക്ക് സ്വന്തം ജനമായിരിക്കാൻ യഹോവ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ദൈവത്തിൻ്റെ ജനവും ദൈവത്തിൻ്റെ സന്തതിയാണ്. യഹോവ ദൈവമായി, വിശുദ്ധ ജാതിയായി, അവൻ അവകാശമായ ജനമാണ്. അവർ ദൈവത്തിൽ നിന്ന് വീണു പോകുമ്പോൾ അവർക്ക് മടങ്ങി വരണം, റീസ്റ്റോർ ദംസെൽഫ്. അവർക്ക് തിരിച്ചു വരണം, കം ബാക്ക് ടു ദെയർ കോളിംഗ്, ഒറിജിനൽ കോളിംഗ്. അതിനെ മാനസാന്തരപ്പെടുക, മടങ്ങി വരിക എന്ന് പറയുന്നത്. ഇവരോടാണ് മടങ്ങി വരാനോ അല്ലെന്നുണ്ടെങ്കിൽ വീണ്ടും ജനനം പ്രാപിക്കാൻ പറയുന്നത്. കാര്യം ഇവരൊന്ന് ജനിച്ചവരാണ്, ആത്മാവിൽ ഒന്ന് ജനിച്ചിരിക്കുന്നവരാണ്. ഇവർ വീണുപോയി. അതുകൊണ്ട് ഇവരോട് മടങ്ങി വരാൻ പറയാം. എന്തിലേക്ക്? സ്വന്തം ജനമെന്നുള്ള പദവിയിലേക്ക് മടങ്ങി വരിക. നിങ്ങൾ മക്കളല്ലാത്ത രീതിയിൽ വീണുപോയിരിക്കുന്നു, മടങ്ങി വരാൻ പറയാം. ഞാൻ നിങ്ങളോടൊന്ന് ചോദിച്ചോട്ടെ ശാന്തമായിട്ട്, നിങ്ങൾക്ക് എങ്ങനെ വീണ്ടും ജനിക്കാൻ പറ്റും? നിങ്ങൾ വീണ്ടും ജനിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഒന്ന് ജനിക്കണ്ടേ? നിങ്ങൾ എവിടാണ് ആദ്യം ജനിച്ചത്? നിങ്ങൾ സാത്താൻ്റെ സന്തതികളായിട്ട് എഫേസ്യ ലേഖനം 2:12 പറ, അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെ ഉള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിൻ്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരും നിങ്ങൾ എങ്ങനെ ദൈവത്തിൻ്റെ ജനമാകുന്നത്? എന്ന് ജനിച്ചു എന്നാണ് നിങ്ങളീ പറയുന്നത്. ആത്മാവിൻ്റെ ജനനത്തിൻ്റെ കാര്യമാണ് കർത്താവ് ഇവിടെ പറയുന്നത്. അങ്ങനെ ആത്മാവിൽ ജനിച്ച ജനമായി ഇസ്രായേൽ ജനം. അതുകൊണ്ട് അവർക്ക് വീണ്ടും ജനനം വേണ്ടുന്നത്, മടങ്ങി വരാൻ പറയുന്നത്. നമ്മളോട് വീണ്ടും ജനനം വേണമെന്ന് പറയാൻ കാര്യം നമ്മൾ ആരാ വീണ്ടും ജനിക്കാൻ? നമുക്ക് ഒരു ജനനമേ ഉള്ളൂ. നമ്മുടെ സെക്കൻഡ് ഓപ്പർച്യൂണിറ്റി അല്ല ഇത്, നമ്മുടെ ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മുടെ രക്ഷയെന്ന് പറയുന്നത് നമ്മൾ വീണു പോയെടുത്തൊന്നും പിന്നെ കയറി വന്ന രണ്ടാമത്തെ ഒരു ഓപ്പർച്യൂണിറ്റി, രണ്ടാമത്തെ അവസരമല്ല ഇത്. ദിസ് ഈസ് യുവർ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ചാൻസ്. നമ്മൾ കർത്താവിൻ്റെ ക്രൂസിലെ വിശ്വാസത്താൽ എന്നേക്കുമായിട്ട് രക്ഷിക്കപ്പെട്ടിരിക്കുന്നവരാണ്. അല്ലാതെ വീണു പോയിട്ട് തിരിച്ച് കയറി വന്നിട്ട് രണ്ടാമത് വീണ്ടും ജനിച്ച് വന്ന ആൾക്കാരല്ല നമ്മൾ.
ഹോപ്പ് ഐ എം മേക്കിംഗ് മൈസെൽഫ് ക്ലിയർ. ഹല്ലേലൂയ. ഇവിടെ ഞാൻ പറഞ്ഞു വന്ന പത്രോസ് അപ്പോസ്തലൻ അവിടെ നിന്ന് പറയുകയാണ്, ഇസ്രായേൽ പുരുഷന്മാരെ, നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. കാര്യം നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയാതെ കൊന്നുപോയിരിക്കുക. അതുകൊണ്ട് പറയുക, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, അവൻ കർത്താവും രക്ഷിതാവും എന്ന് വിശ്വസിച്ച് സ്നാനമേൽപ്പീൻ. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഇത് അവരോട് പറയുന്ന കാര്യമാണ്. അതാണ് അവർ ചെയ്യേണ്ടത്. അതാണ് അലംഘനീയമായ കൽപ്പനയാണ്. അത് അവർക്ക് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ ഞാനും നിങ്ങളും അല്ലെങ്കിൽ ജാതീയരെന്ന് പറയുന്നൊരു ഗ്രൂപ്പ് ഈ ഒരു സ്കീമിലേ ഇല്ല, ഇവിടെ വന്നിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്കിത് അതുകൊണ്ട് തന്നെ ഇത് നമ്മളോട് പറയുന്നതല്ല. ക്രിസ്തീയ മാർഗം അവിടെ ആരംഭിച്ചിട്ടില്ല. അപ്പോസ്തല പ്രവൃത്തികൾ 2 ഒരു ക്രിസ്തീയ മാർഗവും ആരംഭിച്ചിട്ടില്ല. ക്രിസ്തീയ മാർഗം ആരംഭിക്കുന്നത് അതെന്താണെന്ന് വെളിപ്പെടുത്തുവാനായി കർത്താവ് പൗലോസ് അപ്പോസ്തലനെ വിളിച്ച് ക്രൂശിലൂടെ തുറന്ന രക്ഷാ പദ്ധതി എന്താണെന്ന് ദൈവം ഓരോന്നോരോന്നായിട്ട് പൗലോസ് അപ്പോസ്തലന് വെളിപ്പെടുത്തി കൊടുക്കുക. അതാണ് പൗലോസ് അപ്പോസ്തലൻ 13 ലേഖനത്തിൽ കൂടി ഇതിൽ എഴുതിയിരിക്കുന്നത്. അതാണ് റോമാ ലേഖനം മുതൽ ഫിലമോൻ എഴുതിയ ലേഖനം വരെ പോളിനാൽ എഴുതപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് റോമാ ലേഖനം ക്രിസ്ത്യാനിറ്റിയുടെ ഫൗണ്ടേഷണൽ ഡോക്ട്രിൻ എന്ന് പറയാൻ കാര്യം. റോമാ ലേഖനത്തിലാണ് ക്രിസ്ത്യാനിറ്റി എന്താണെന്ന് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതിയിരിക്കുന്ന ബുക്കാണ്. അവിടെ ഒരു പ്രിസ്ക്രിപ്ഷനും ഇല്ല. അവിടെ ഒന്നും നമ്മൾ സഭ സ്ഥാപിക്കേണ്ടുന്ന അടിസ്ഥാന ഉപദേശങ്ങൾ പറഞ്ഞ ബുക്കല്ല. അവിടെ എന്ത് നടന്നോ ആ സ്റ്റോറി എഴുതിയിരിക്കുന്ന പുസ്തകമാണ്. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, അപ്പോസ്തല പ്രവൃത്തിയിൽ 8 വരെ ഹിസ്റ്ററി. റോമാ ലേഖനം മുതൽ ഫിലമോൻ എഴുതിയ ലേഖനം വരെ എഴുതിയിരിക്കുന്നതാണ് മിസ്റ്ററി, മർമ്മം. ഹല്ലേലൂയ. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊന്ന് വിചാരിക്കുക, അപ്പോസ്തല പ്രവൃത്തികൾ 2 സഭ ആരംഭിച്ചത് എന്ന് നിങ്ങൾ അങ്ങ് വിശ്വസിക്കുക. അങ്ങനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ തെറ്റെന്താണെന്ന് മനസ്സിലാകുന്നുണ്ടോ? സുവിശേഷം എന്താണെന്ന് അറിയാതെ പോകും. നിങ്ങളുടെ വിളി എന്താണെന്ന് അറിയാതെ പോകും. ക്രൂശിൻ്റെ മഹത്വം എന്താണെന്ന് അറിയാതെ പോകും. റാപ്ചർ എന്തിനാണെന്ന് അറിയത്തില്ല. സഭ എന്തിനങ്ങോട്ട് പോകുന്നു എന്നറിയത്തില്ല. അതുകൊണ്ടാണ് അവിടെ പോയിട്ട് അവിടെ ഒരു ടൂർ പാക്കേജ് പോകുന്ന മാതിരിയാണ്. അവിടം വരെ പോയിട്ട് ഒരു 7 വർഷം കഴിയുമ്പോൾ തിരിച്ചു വരും എന്നൊക്കെ പഠിപ്പിച്ചു വെച്ചേക്കുന്നത്. നമ്മുടെ വിളി എന്ന് പറഞ്ഞാൽ എറ്റേണലി സ്വർഗത്തിൽ വാഴുന്ന ദൈവിക പദ്ധതിയാണ്. തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം മാത്രം ഒന്ന് പ്രൊജക്റ്റ് ചെയ്തേ. 17-ാം വാക്യം ഇത് കണ്ടോ എഴുതിയിരിക്കുന്നത്? പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം, മരിച്ചവരുടെ കാര്യം പറഞ്ഞതിന് ശേഷം ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ, ഇവിടെ വാഴുന്ന കാര്യമേ അല്ല. എൽദു ബ്രദർ ഇന്ന് രാവിലെ ഒത്തിരി കാര്യങ്ങൾ ഭൂമിയെ അവകാശമാക്കുന്ന കാര്യം പറഞ്ഞാൽ അവരുടെ പദ്ധതിയാണ്. അവരോട് സ്വർഗത്തിലോട്ട് ആകാശത്തിലോട്ട് പോകുന്നതെന്നൊക്കെ പറഞ്ഞാൽ അവർ കംപ്ലീറ്റ് കൺട്രോൾ പോകും. ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. കണ്ടോ? ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. എപ്പോഴും എന്ന് പറഞ്ഞാൽ എത്ര നാളാണ്? എപ്പോഴും. Then we which are alive and remain shall be caught up together with them in the clouds. സ്വർഗത്തിൽ മേഘങ്ങളിലാണ്, ക്ലൗഡ്സ്, ടു മീറ്റ് ദ ലോർഡ് ഇൻ ദ എയർ. ഇവിടെ ഒലിവ് മലയിൽ വരുന്ന കാര്യമല്ല ഈ പറയുന്നത്. ഇത് അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം ഇത് സഭയുടെ ഉപദേശമാണ്. സഭ സ്വർഗത്തിലേക്ക് പോകാനുള്ള അതിൻ്റെ ബാക്കി എഴുതിക്കുന്നത് ഇൻ എയർ ആൻഡ് സോ ഷാൽ വി എവർ ബി വിത്ത് ദ ലോർഡ്. എവർ ബി വിത്ത് ദ ലോർഡ് എന്ന് പറഞ്ഞാൽ എന്താ? എന്നേക്കുമായിട്ട്. അവിടെ പോയിട്ട് കുറേ നാൾ കഴിഞ്ഞ് ഒരു ടൂർ പാക്കേജ് പോകുന്ന വരെ പോയിട്ട് തിരിച്ചു വരുന്ന പദ്ധതി അല്ല ഇത്. കൂടാരമായി ഭൗമഭവനം അഴിഞ്ഞു പോകും. കൂടാരമായത് ഈ കൂടാരം എന്ന് പറയാൻ കാര്യം എന്താണെന്ന് അറിയാം? ഒരു നല്ല കാറ്റടിച്ചു കഴിഞ്ഞാൽ കൂടാരം പോകും. അത് പോളിന് നല്ലോണം അറിയാം. കാര്യം പുള്ളിയുടെ പണി കൂടാരപ്പണിയായിരുന്നു. ടെൻറ്റ് മേക്കർ ആയിരുന്നു പോളിനറിയാം എത്ര നാൾ ഇത് നിൽക്കുമെന്നുള്ളത്. അതുകൊണ്ടാണ് പറയുന്നത് കൂടാരമായ ഈ ഭൗമഭവനം അഴിഞ്ഞു പോകും. നിത്യമായ ഒരു സ്വർഗീയ ഭവനം ദൈവം നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരുക്കിയിരിക്കുന്നു. ഈ ശരീരത്തിൽ നമ്മൾ മാറി നമ്മളൊരു സ്വർഗീയ ശരീരത്തിലേക്ക് മാറും. ഹല്ലേലൂയ. അവിടെ നാം നിത്യം യുഗായുഗം കർത്താവിനോടൊപ്പം വാഴും. ബോഡി ഓഫ് ക്രൈസ്റ്റിൻ്റെ ഭാഗമായിട്ട് നാം കർത്താവിനോടൊപ്പം സ്വർഗത്തിൽ വാഴും. അതാണ് നമ്മുടെ വിളി. ഇതിന് രണ്ടിനും ഇതാണോ നല്ല പദ്ധതി, ഇതാണോ നല്ല പദ്ധതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കണ്ണാണോ നല്ലത് അതോ ഈ കണ്ണാണോ വേണ്ടിയെന്ന് ചോദിക്കുന്ന മാതിരിയാണ്. ഇത് രണ്ടും ഒരുപോലെ. ദൈവത്തിൻ്റെ 2 പദ്ധതികളാണ്. അതെന്തിനാ 2 പദ്ധതി ചെയ്ത് ഒരു പദ്ധതി പോരാടുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങളത് ദൈവത്തിനോട് ചോദിക്കണം. എന്നോട് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അത് ബൈബിളിൽ ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു.
വേണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന് പറയുന്നത് ആദിയിൽ ദൈവം അഖിലാണ്ടത്തെ സൃഷ്ടിച്ചു എന്ന് പറയാമായിരുന്നു. ഇത് രണ്ടും രണ്ട് പദ്ധതിയാണ്, തുടക്കം മുതൽ അവസാനം വരെ. ഹല്ലേലൂയ. ഇനി രണ്ടാമത്തെ പദ്ധതിയെക്കുറിച്ച് നമ്മൾ റൈറ്റ് ഡിവിഷനാണ് ഞങ്ങൾ ഈ പറയുന്നത്. ഇത് ഞങ്ങൾക്ക് ആരോടും വിരോധമുണ്ടായിട്ടൊന്നും ആണെന്ന് വിചാരിക്കല്ല. നമുക്കിത് എങ്ങനെ ജനത്തെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും? എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ്. ഇത് ജനത്തിനൊന്ന് വിശ്വസിക്കാൻ, പറഞ്ഞ് മനസ്സിലാക്കാൻ. നമ്മൾ പറയുന്നത് വിശ്വസിക്കുകയൊന്നും വേണ്ട, ഒന്ന് ബൈബിളൊന്ന് വായിച്ചാൽ മതി. പണ്ട് പഠിപ്പിച്ചതും കൊണ്ടിരിക്കാതെ ഒന്ന് ആ പഠിപ്പിച്ച സംഗതികളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് റീഡ് യുവർ ബൈബിൾ, ദെൻ യു വിൽ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. നമ്മൾ പറയുന്നതൊന്നും നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വേണ്ട, നോ പ്രോബ്ലം, യു ക്യാൻ റീഡ് ബൈ യുവർ സെൽഫ്. നിങ്ങൾക്ക് മനസ്സിലാകും എന്താ അതിൽ എഴുതിയിരിക്കുന്നതെന്ന്. ഞങ്ങൾ നിങ്ങളൊന്ന് ഗൈഡ് ചെയ്യുക ചെയ്യുന്നത്. എവിടെ റീഡ് ചെയ്യണം? കാര്യം തുടക്കം മുതൽ അവസാനം വരെ ഒരു പക്ഷേ വായിച്ചുകൊണ്ടിരിക്കാൻ സമയം കിട്ടത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ ആ കീ പോയിന്റുകൾ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരും, നിങ്ങളൊന്ന് ഗൈഡ് ചെയ്യുക. നിങ്ങളിതിനെ വായിച്ച് മനസ്സിലാക്കിയാൽ മതി. പക്ഷേ ഈ പരമാർത്ഥം നിങ്ങൾ അറിയാതെ പോയിട്ടുണ്ടെങ്കിൽ അധോഗതിയായി പോകും. നമുക്ക് പിന്നെ തിരിച്ചു വരാൻ പറ്റത്തില്ല. ദൈവത്തിന് പോലും നമ്മളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തില്ല. കാര്യം എറ്റേണിറ്റിയാണ് നമ്മളീ പറയുന്നത്. എറ്റേണിറ്റി ഒരിക്കൽ നമ്മൾ അതിൽ പോയി കഴിഞ്ഞാൽ, നമ്മൾ ഈ ശരീരത്തിൽ നിന്ന് വേർപെട്ട് കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് ഈ ശരീരത്തിലോട്ട് കയറാനോ പിന്നെ എന്തെങ്കിലും ക്രിയകളൊക്കെ ചെയ്ത് നമ്മളെ അവിടുന്ന് വേറെ എങ്ങോട്ടെങ്കിലും പ്രൊമോട്ട് ചെയ്ത് വിടാനോ ഒന്നും നടക്കുന്ന കാര്യമല്ല. ബൈബിൾ അത് അനുവദിക്കുന്നില്ല. ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിനൊത്തവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കും. അതാരാന്നറിയാമോ? വിശുദ്ധന്മാരാണ്. നമ്മളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന, കൊരിന്തിലെ സഭയോട് പറഞ്ഞിരിക്കുന്ന, കൊരിന്തിലെ റോഡിൽ കൂടെ നടക്കുന്നവരോട് പറഞ്ഞ കാര്യമല്ല, കൊരിന്തിലെ സഭയോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. നാം ഓരോരുത്തരും അവനവൻ ചെയ്ത പ്രവൃത്തിക്ക് ഒത്തവണ്ണം പ്രാപിക്കേണ്ടതിന് കർത്താവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. നാം എല്ലാവരും രൂപാന്തരപ്പെടും. നമ്മിൽ ചിലരല്ല, നാം എല്ലാവരും രൂപാന്തരപ്പെടും. കൊരിന്തിലെ സഭയോടാണ് പറയുന്നത്. കൊരിന്തിലെ സഭയിൽ അന്യായം ചെയ്തിരിക്കുന്ന ഒരു സഭയാണ്, അനേകം പറയാൻ കൊള്ളാത്ത അന്യായങ്ങൾ നടക്കുന്ന ഒരു സഭയാണ്. എന്നിട്ട് കൂടെ പൗലോസ് അപ്പോസ്തലനോട് പറയുക, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, നാം എല്ലാവരും ചേർക്കപ്പെടും. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ എന്തെങ്കിലും ഗുണം കൊണ്ടോ ദോഷം കൊണ്ടോ അല്ല നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, നിങ്ങളുടെ ആ വിശ്വാസത്തിൻ്റെ ആഴം കാരണമാണ്. അതിനാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞിട്ട് നമുക്ക് എങ്ങനെയും ജീവിക്കാമെന്നല്ല. പ്ലീസ് ഡോണ്ട് ഗെറ്റ് മീ റോങ്. നമുക്ക് വ്യവസ്ഥ വിട്ട് ജീവിക്കാനേ അധികാരമില്ല. ഒരു പങ്കിലമായ ലോകത്തിൽ നമുക്ക് ജീവിക്കാൻ, ആ ഒരു രീതിയിൽ ജീവിക്കാൻ നമുക്ക് അവകാശമില്ല. പാപത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടി ക്രൂശിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. പാപം ചെയ്ത് ജീവിക്കുന്നവനെ ഈ ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് വെളിയിലാക്കുവാനാണ് പൗലോസ് അപ്പോസ്തലൻ കൊടുത്തിരിക്കുന്ന ഓർഡർ. അതുകൊണ്ട് പാപം ചെയ്ത് ജീവിക്കാം എന്നല്ല പറഞ്ഞ്, നാം ചെയ്ത പ്രവൃത്തികൾക്കെല്ലാം പ്രതിഫലം തരുന്ന ഒരു ന്യായവിസ്താര സഭയുണ്ട്. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് പ്രതിഫലം കിട്ടും. എന്ത് ചെയ്തു അതിനെല്ലാം പ്രതിഫലം കിട്ടും. നമ്മുടെ രക്ഷ കർത്താവായ യേശു ക്രിസ്തു ഒരിക്കലായിട്ട് നിവർത്തിച്ചിരിക്കുക. അതിലെ ആഴമായ വിശ്വാസത്തിലും സമർപ്പണത്തിലും നാം രക്ഷിക്കപ്പെടുക. പ്രൈസ് ഗോഡ്. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഓർപ്പിക്കാം. എന്താണ് മർമ്മം എന്ന് പറയുന്നല്ലോ. എന്താ ആക്ച്വലി ഈ മർമ്മം? ഇത് നമ്മൾ അധികം കേട്ടിട്ടില്ലാത്ത വാക്കുകളായതുകൊണ്ട് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം. 7-ാം വാക്യം അതിൽ പറയുകയാണ്, ദൈവം ലോക സൃഷ്ടിക്ക് മുൻപേ നമ്മുടെ തേജസ്സിനായി മുൻനിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിൻ്റെ ജ്ഞാനമത്രേ മർമ്മം ആയിട്ട് ഞങ്ങൾ പ്രസ്താവിക്കുന്നു. ഈ മർമ്മത്തിൻ്റെ ഒരു ഡെഫിനിഷനാണ്. എന്താണ് മർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം ലോകം സൃഷ്ടിക്കുന്നതിന് മുൻപേ, അതായത് ഈ ഉലകത്തിന് അടിസ്ഥാനം ഇടുന്നതിന് മുമ്പേ, ആദമിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ സ്വർഗത്തിൽ മറഞ്ഞിരുന്നത്. ഞാൻ എപ്പോഴും ഓർപ്പിക്കാറുണ്ട് ഈ ഒരു വിഷയം. കാര്യം കർത്താവായ യേശു ക്രിസ്തു ആദമിനെ പോലെ ജനിക്കുകയല്ലായിരുന്നു. ആദമിന് കർത്താവ് ഈ ലോകത്തിൽ വരുമ്പോൾ ഏത് ശരീരം ലഭിക്കണമോ, കർത്താവിന് ക്രൂശീകരണത്തിന് വേണ്ടിയിട്ട് ഏത് ശരീരം ലഭിക്കണമോ ആ രൂപത്തിൽ ആദമിനെ ഡിസൈൻ ചെയ്യുമായിരുന്നു. അല്ലാതെ ആദമിനെ പോലെ യേശുക്രിസ്തു ജനിക്കുമല്ലായിരുന്നു. വരാനിരിക്കുന്ന യേശുക്രിസ്തുവിനെ പോലെ ആദമിനെ ദൈവം സൃഷ്ടിക്കുകയായിരുന്നു. വരുവാനിരിക്കുന്നവൻ്റെ പ്രതിരൂപമായ ആദം, വരുവാനിരുന്നത് ക്രിസ്തുവാണ്. ക്രിസ്തുവിൻ്റെ പ്രതിരൂപമായ ആദം ദൈവം ലോകം സൃഷ്ടിക്കുന്നതിന് മുമ്പേ നമ്മുടെ തേജസ്സിനായിട്ട്, ആരുടെ? എൻ്റെയും നിങ്ങളുടെയും തേജസ്സിനായിട്ട്. എന്ത് തേജസ്? നമ്മളെ തേജസ്സിൻ്റെ മേൽ തേജസ് അണിയിക്കാൻ പോവുക. ആദമിനുണ്ടായിരുന്ന തേജസ് പോലെ, ആദിയിൽ സൃഷ്ടിച്ചിരുന്ന ആദമിനുണ്ടായിരുന്ന തേജസ് പോലെ അതിലും വലിയ തേജസ് നമ്മളെ അണിയിക്കാൻ പോവുക. തേജസ്സിൻ്റെ മേൽ തേജസ് പ്രാപിച്ച് നാം ചെയ്ത പ്രവൃത്തികൾക്കൊക്കെ അനുസരിച്ച് അതുപോലുള്ള തേജസ്സിൻ്റെ ലെയറുകളാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതാ,
നൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, നിത്യ തേജസ്സിൻ്റെ കനം ഓർക്കുമ്പോൾ, ഓരോന്നും ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു കനം ഓർക്കുമ്പോൾ നൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല എന്ന് പറയാൻ കാര്യം അതാ. ഇവിടെ കണ്ടില്ല, ആ തേജസ്, നമ്മുടെ തേജസ് മുൻ നിയമിച്ചതും ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി നമുക്ക് ആ ഒരുക്കിയിരുന്ന ഒരു ദൈവിക പദ്ധതിയാണ്. അതിനുവേണ്ടി മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ, ഇത് വെളിപ്പെടുത്താതിരുന്നതാണ്, മറഞ്ഞിരുന്നതുമായ ദൈവത്തിൻ്റെ ജ്ഞാനം, അതായത് ആ ദൈവിക പദ്ധതി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കാര്യപരിപാടി, ദൈവത്തിൻ്റെ ജ്ഞാനം, ഇതിനെയാണ് മർമ്മം എന്ന് പറയുന്നത്. ഇതിൽ അനേകം മർമ്മങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇതിലെ റൈറ്റ്ലി ഡിവൈഡ് എന്ന് പറയുന്നൊരു ഭാഗം മാത്രമാണ് നമ്മൾ ഈ തൊടുന്നത്. വലിയൊരു എന്താ പറയുന്നത്, ഒത്തിരിയും കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനുണ്ട് ഈ വിഷയത്തിൽ. അതിലെ ഒരു ഭാഗം മാത്രം, ഇതിനെ എങ്ങനെ പഠിച്ചു തുടങ്ങണം എന്നുള്ളതിൻ്റെ ആ ABCD നമ്മളിവിടെ ഈ ഡിസ്കസ് ചെയ്യുന്നത്. റൈറ്റ്ലി ഡിവൈഡ്, ഇവിടെ ഇതാണ് മർമ്മം എന്ന് പറയുന്നത്. എന്നാൽ അനേകം മർമ്മങ്ങളുണ്ട്, ഞാൻ എടുപ്പിക്കുന്നില്ല വായിക്കാനായിട്ട്. എന്നാലും കൊലോസി ലേഖനം 1:26, കൊലോസിയർ 1:26 പറയുന്നത് ചർച്ച് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. അതൊരു മർമ്മമാണ്. പൂർവ്വകാലങ്ങളിൽ പറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ വെളിപ്പെട്ടു വന്നതും എന്ന് പറയുന്ന ഒരു ഭാഗം. അതുപോലെ തന്നെ 1 തിമത്തിയോസ് 3:16, ദ മിസ്റ്ററി ഓഫ് ഗോഡ്ലിനെസ്, ദൈവത്തിൻ്റെ, അതായത് ദൈവം ജഡമായി ലോകത്തിൽ വെളിപ്പെട്ടു എന്ന് പറയുന്ന ഭാഗം, അവൻ ജഡത്തിൽ വെളിപ്പെട്ടു എന്ന് പറയുന്ന ഭാഗം. അതുപോലെ തന്നെ കൊലോസിയർ 1:27, ചർച്ച്, കൊലോസിയർ 1:27, ചർച്ച് ന്യൂ ദ ഹോപ്പ് ഓഫ് ഗ്ലോറി, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു എന്നുള്ള ആ ഒരു മിസ്റ്ററി. റോമാലേഖനം 11:25, ബ്ലൈൻഡ്നെസ് ഇൻ പാർട്ട് ഹാപ്പൻ ടു ഇസ്രായേൽ. സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിപ്പാൻ ഈ മർമ്മം നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന ഒരു ഭാഗം. ഇസ്രായേലിന് അംശമായി കാഠിന്യം സംഭവിച്ചിരിക്കുന്നു. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം സംഭവിച്ചിരിക്കുന്നു എന്ന് പറയുന്നൊരു ഭാഗം. 1 കൊരിന്ത്യർ 2:8, ഇപ്പോൾ ഞാൻ കാണിച്ചതിൻ്റെ അടുത്ത വാക്യം, പ്രോപ്പിച്ചിയേഷൻ ഡെത്ത്, കർത്താവ് നമുക്ക് വേണ്ടി ആ കാൽവറിയിൽ യാഗമാകുന്നത്. 1 കൊരിന്ത്യർ 15:51, പ്രീ ട്രിബുലേഷൻ റാപ്ചർ. 2 തെസ്സലോനിക്കർ 2:7, മിസ്റ്ററി ഓഫ് ഇനിക്വിറ്റി, അതായത് അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. സഭ ഇവിടെ നിന്ന് എടുക്കപ്പെട്ടതിന് ശേഷം അത് വെളിപ്പെട്ടു വരും. ആ ഒരു വിഷയം, അനേകം മർമ്മങ്ങളുണ്ട്. ഞാനൊരു 3-4 നിങ്ങളുടെ ഒരു റെഫറൻസിന് വേണ്ടി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഈ മർമ്മങ്ങളെല്ലാം വെളിപ്പെടുന്നത് ആർക്കാ? എത്ര പേരാണ് മർമ്മങ്ങൾ പ്രസംഗിച്ചിട്ടുള്ളത്? റോമാലേഖനം 16-ാം അധ്യായം 25-ാം വാക്യം പഠിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, കർത്താവിനെ യു ഹാവ് ടു പ്രീച്ച് ജീസസ് ക്രൈസ്റ്റ് അക്കോർഡിംഗ് ടു ദ റെവലേഷൻ ഓഫ് ദ മിസ്റ്ററി. അതായത് റോമാലേഖനം 16-ാം അധ്യായം 25-ാം വാക്യം ഇവിടെ പറയുന്നുണ്ടോ, മർമ്മത്തിൻ്റെ വെളിപ്പാടിനനുസരിച്ചുള്ള സുവിശേഷം. ആ മർമ്മത്തിൻ്റെ വെളിപ്പാട്, ആ മർമ്മം വെളിപ്പെട്ട് കെട്ടിയിരിക്കുന്ന സുവിശേഷം യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കേണ്ടത് അങ്ങനെയാണ്. ആരെങ്കിലും അങ്ങനെ ഇതിനു മുമ്പ് പ്രസംഗിച്ചതായിട്ട് നിങ്ങൾക്ക് അറിയാമോ? ഒരേ ഒരാളെ പ്രസംഗിച്ചിട്ടുള്ളത് പൗലോസാണ്. മർമ്മത്തിൻ്റെ വെളിപ്പാടിനനുസരിച്ച് ഇവിടെ പറയുന്നത് കേട്ടില്ലയോ, ആൻഡ് പ്രീച്ചിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് അക്കോർഡിംഗ് ടു ദ റെവലേഷൻ ഓഫ് ദ മിസ്റ്ററി. ആരാ യേശു ക്രിസ്തുവിനെ അക്കോർഡിംഗ് ടു ദ റെവലേഷൻ ഓഫ് ദ മിസ്റ്ററി പ്രസംഗിച്ചിട്ടുള്ളത്? അതെന്താ? അതിൻ്റെ താഴത്തെ ലൈൻ കണ്ടോ, വിച്ച് വാസ് കെപ്റ്റ് സീക്രട്ട് സിൻസ് ദ വേൾഡ് ബിഗാൻ. ഉലകം സ്ഥാപിച്ചപ്പോൾ മുതലേ അത് സീക്രട്ടായിരുന്ന പദ്ധതിയാണ്. അതിന് പ്രകാരം വേണം കർത്താവിനെ പ്രസംഗിക്കാൻ പറ. ഐ ആം പ്രീച്ചിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് അക്കോർഡിംഗ് ടു ദ റെവലേഷൻ ഓഫ് ദ മിസ്റ്ററി. അങ്ങനെ ആരാ പ്രസംഗിച്ചിട്ടുള്ളത്? പൗലോസ് അപ്പോസ്തലനാണ്. കാര്യം പോളിനാണ് ഈ മിസ്റ്ററി വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇതുകൊണ്ടാണ് പോളിനെ വിളിച്ചിരിക്കുന്നത്. 12 അപ്പോസ്തലന്മാർ പോരാഞ്ഞിട്ടല്ല. പത്രോസിനോ അന്ത്രയോസിനോ യാക്കോബിനോ യോഹന്നാനോ ഒക്കെ എന്തെങ്കിലും കുറവുണ്ടായിട്ടല്ല. അവർ കുറവുള്ളവരാണെങ്കിൽ തന്നെ എന്ത് കുറവാണ് കർത്താവിന് കുറവ്? ഈ അഖിലാണ്ടത്തെ ഒരു വാക്കുകൊണ്ട് നിർമ്മിച്ച കർത്താവിനാണോ അവരുടെ ഒരു കുറവ്? യെശയ്യാവിൻ്റെ നാക്കേൽ ഒരിതെടുത്തിട്ട് നാക്കേൽ തൊടുപ്പിച്ചപ്പോൾ യെശയ്യാവ് പറഞ്ഞു കണ്ടു 6-ാം അധ്യായത്തിൽ, എന്ന് പറഞ്ഞതുപോലെ ആർക്കെങ്കിലും കുറവുള്ളവരാണ് അവരെ നാക്കേലൊന്ന് തൊട്ടാൽ മതി, അല്ലെ കർത്താവ് കൽപ്പിച്ചാൽ പോരാ. 12 പേര് തലേ പുലിന്ന് നിൽക്കുകയല്ലേ, അതിൻ്റെ പുറകെ 13ാമത് ഒരാളെ കൂടെ എടുക്കേണ്ട ആവശ്യമുണ്ടോ? ആ 13ാമത് എടുത്തേക്കുന്നതിൻ്റെ പദ്ധതി വേറെയാണ്. അദ്ദേഹത്തിൽ കൂടി വെളിപ്പെടുത്തിയിരിക്കുന്ന പ്രോജക്റ്റ് വേറെയാണ്. അതാണ് പൗലോസ് അപ്പോസ്തലനെ വിളിക്കാൻ കാര്യം. എഫേസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിൽ പറയുക, ഇഫ് you have heard of the dispensation of the grace of God which is given me to your word. നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥയെക്കുറിച്ച്. ആർക്കാ?
നിങ്ങൾക്കായിട്ട് എനിക്ക് ലഭിച്ച, ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ലഭിച്ചതല്ല, നിങ്ങൾക്കായിട്ട് എനിക്ക് ലഭിച്ച. ഇഫ് യു ഹാവ് ഹേർഡ് ഓഫ് ദ ഡിസ്പെൻസേഷൻ ഓഫ് ദ ഗ്രേസ് ഓഫ് ഗാഡ് വിച്ച് ഈസ് ഗിവൺ മീ ടു യു വേർഡ്, അത് പ്രസംഗിച്ചിരിക്കുന്ന പൗലോസ് അപ്പോസ്തലനാണ്. അതുകൊണ്ടാണ് കൊരിന്ത്യർക്ക് 1 കൊരിന്ത്യർ 3-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിൽ പറയുന്നത്, എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം. 1 കൊരിന്ത്യർ 3:10, എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ളൊരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. ഇതിൻ്റെയൊക്കെ ആഴം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അക്കോർഡിംഗ് ടു ദ ഗ്രേസ് ഓഫ് ഗോഡ് വിച്ച് ഇസ് ഗിവൺ അൺ ടു മീ ആസ് എ വൈസ് മാസ്റ്റർ ബിൽഡർ ഐ ഹാവ് ലെയ്ഡ് ദ ഫൗണ്ടേഷൻ. ഇതിന് അടിസ്ഥാനമിട്ടിരിക്കുന്ന ഞാനാണ്, പ്രധാന ശില്പി ഞാനാണ്. എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ളൊരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ മർമ്മങ്ങളെ നിങ്ങളുടെ ഇടയിൽ പ്രസിദ്ധമാക്കുന്നത്. കാര്യം ഐ എം ആസ്ക്ഡ് ടു പ്രീച്ച് ജീസസ് ക്രൈസ്റ്റ് അക്കോർഡിംഗ് ടു ദ റെവലേഷൻ ഓഫ് ദ മിസ്റ്ററി. കർത്താവിനെ ആ വെളിപ്പാടിനനുസരിച്ച് പ്രസിദ്ധമാക്കുവാനായിട്ട് എന്നെ ദൈവം ഭരമേൽപ്പിച്ചിരിക്കുക. ഹല്ലേലൂയ. 3-ാം അധ്യായം, റോമാലേഖനം 3-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം. റോമാലേഖനം 3-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം. ഇവിടെ പറയുക ഇപ്പോഴോ ദൈവത്തിൻ്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. അതുവരെ ന്യായപ്രമാണം കൂടാതെ ഒന്നും വെളിപ്പെട്ടിട്ടില്ല. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാനിൽ ന്യായപ്രമാണം കൂടാതെ ഒന്നും വെളിപ്പെട്ടിട്ടില്ല. അപ്പോസ്തല പ്രവൃത്തികൾ 1, 2, 3, 4, 5, 6, 8 വരെ ന്യായപ്രമാണം കൂടാതെ ഒന്നും വെളിപ്പെട്ടിട്ടില്ല. ഇപ്പോഴോ, റോമാലേഖനം എഴുതുമ്പോൾ പറയാം, ഇപ്പോഴോ, ബട്ട് നൗ the righteousness of God without the law is manifested. ഇപ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഇത് വെളിപ്പെട്ടതിന് ശേഷം, preaching Jesus Christ according to the revelation of the mystery. ഹല്ലേലൂയ. ആ വെളിപ്പാടിനനുസരിച്ചുള്ള മർമ്മത്തിൻ്റെ വെളിപ്പാടിനനുസരിച്ച് കർത്താവിനെ പ്രസംഗിക്കുക. അതാരാ പ്രസംഗിച്ചത്? പൗലോസ് അപ്പോസ്തലൻ അല്ലാതെ വേറെ ആരും പ്രസംഗിച്ചിട്ടില്ല. കാര്യം തന്നിൽ കൂടി ഏൽപ്പിച്ചിരിക്കുന്ന പദ്ധതി അത് തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന പദ്ധതിയാണ്. അതിൽ വേറെ ആരും അതിൻ്റെ ഭാഗവാക്കായിട്ടില്ല. ഈ വാക്യങ്ങളെല്ലാം അസന്നിഗ്ധമായിട്ട് പറയുന്നത് കർത്താവ് ക്രൂശിക്കപ്പെട്ട അന്നോ അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേന്നോ പെന്തക്കോസ്ത് നാളിലോ ഒന്നും ക്രിസ്ത്യാനിറ്റി ആരംഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. പൗലോസ് അപ്പോസ്തലനോട് ഇത് വെളിപ്പെട്ടതിന് ശേഷം താൻ ഇത് പ്രസിദ്ധമാക്കുക. അതുകൊണ്ടാണ് ഞങ്ങളെ തന്നെ മിഡ് ആക്ട്സ് ഡിസ്പെൻസേഷണൽ ഗ്രേസ് ഗോസ്പൽ എന്ന് പറയാൻ കാര്യം. അപ്പോസ്തല പ്രവർത്തികളുടെ മിഡിലിലാണ് ഈ പ്രോഗ്രാം ആരംഭിക്കുന്നത്. പോളിനെ വിളിക്കുന്നത് തന്നെ 9-ാമത്തെ അധ്യായത്തിലാണ്. 2-ാം അധ്യായത്തിൽ പോൾ രക്ഷിക്കപ്പെട്ടിട്ട് പോലുമില്ല. യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കേണ്ടത് അക്കോർഡിംഗ് ടു ദ റെവലേഷൻ ഓഫ് ദ മിസ്റ്ററി ആണെന്ന് പറയുന്നു. അത് പോളിനാ വെളിപ്പെട്ടതെന്ന് പറയുന്നു. നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം ഞാൻ അത് പ്രസിദ്ധമാക്കുന്നു എന്ന് പറയുക. അത് പോൾ അന്ന് 2-ാമത്തെ അധ്യായത്തിൽ രക്ഷിക്കപ്പെട്ടിട്ട് പോലുമില്ല. പത്രോസിനെ എങ്ങനെ ഉപദ്രവിക്കണമെന്ന് നോക്കി നടക്കുന്ന സമയമാണ്. 9-ാം അധ്യായത്തിൽ ആ ദൈവം പിടിക്കുന്നത് തന്നെ. 13-ാമത്തെ അധ്യായത്തിൽ പരിശുദ്ധാത്മാവിനാൽ വിളിച്ച വേലയ്ക്ക് വേണ്ടി വേർതിരിക്കാൻ പറഞ്ഞ് പ്രാർത്ഥിച്ച് തലയെ കൈവച്ച് പ്രാർത്ഥിച്ച് മാറ്റുക. 14-ാമത്തെ അധ്യായത്തിൽ മുതൽ പ്രസംഗിച്ചു തുടങ്ങുക, സഭ ആരംഭിക്കുക. അതുകൊണ്ടാണ് പറയുന്നത് മിഡ് ആക്ട്സ് ഡിസ്പെൻസേഷണൽ ഗ്രേസ് ഗോസ്പൽ എന്ന് പറയാൻ കാര്യം. 28 അധ്യായമാണ് അപ്പോസ്തല പ്രവൃത്തികളിലുള്ളത്. 1-ാമത്തെ അധ്യായം തുടങ്ങുന്നത് പരിശുദ്ധാത്മാവ് വരുന്നു, ഇതാ വരുന്നു, ആരും ചിതറിപ്പോകല്ല, നിങ്ങൾ അവിടെ ഇരുന്നോണം, എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, ഇതാ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. യോഹന്നാൻ സ്നാപകൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിച്ചു, ഞാനോ അധിക സമയം കഴിയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനാൽ സ്നാനം ലഭിക്കും എന്നൊക്കെ പറഞ്ഞ് അവരെ ഒരുങ്ങിയിരിക്കും. ഒരു കല്യാണ വീട്ടിലെ പ്രതീതി അവിടെ അതിൻ്റെ തലേദിവസം. എന്നാൽ അപ്പോസ്തല പ്രവൃത്തികൾ അവസാനിക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടോ? 28-ാമത്തെ അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യമൊക്കെ തീരുന്നത് കണ്ടോ? കിങ്ഡം വരുന്നില്ല, കിങ്ഡം ഈസ് ഗോയിങ് ടു ദ ജെൻറ്റൈൽസ് എന്ന് പറഞ്ഞ് തീരുക. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം തുടങ്ങുന്നത് കണ്ടില്ലയോ? ഇപ്പോൾ വരുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ വരികയും പറഞ്ഞതുപോലെ കാര്യങ്ങൾ ഫുൾഫിൽ ആകുകയും ചെയ്യേണ്ടത്. എന്നുള്ളത് അവസാനിക്കുന്നത് കണ്ടോ? ഇറ്റ് ഈസ് ഗോയിങ് ടു ദ ജെൻറ്റൈൽസ്. നിങ്ങൾ ചെവി കൊണ്ട് കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കും, കണ്ണുകൊണ്ട് കണ്ടിട്ടും കാണാതിരിക്കും, കണ്ണുകൊണ്ട് കാണാതെയും ചെവി കൊണ്ട് കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിച്ച് മനം തിരിയാതെയും. അടുത്ത വാക്യം,
ഞാൻ അവരെ സൗഖ്യമാക്കാതെയും ഇരിക്കേണ്ടത്. ഈ ജനത്തിൻ്റെ ഹൃദയം തടിച്ചിരിക്കുന്നു, അവരുടെ ചെവി കേൾപ്പാൻ മന്ദമായിരിക്കുന്നു, അവരുടെ കണ്ണടച്ചിരിക്കുന്നു. എന്ന് ഈ ജനത്തിൻ്റെ അടുക്കൽ പോയി പറക എന്നിങ്ങനെ പരിശുദ്ധ ആത്മാവ് യേശയ്യാ പ്രവാചകൻ മുഖാന്തരം നിങ്ങളുടെ പിതാക്കന്മാരോട് പറഞ്ഞത് ശരി തന്നെ. അടുത്ത വാക്യം, ആകയാൽ ദൈവം തൻ്റെ ഈ രക്ഷ ജാതികൾക്ക് അയച്ചിരിക്കുന്നു, അവർ കേൾക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് അറിഞ്ഞുകൊള്ളുവേൻ. നിങ്ങൾക്ക് വരുന്നു, നിങ്ങളെങ്ങും പോകല്ല, നിങ്ങൾ ഇവിടെ ഇരിപ്പീൻ, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനാൽ സ്നാനം ലഭിക്കുന്നു, നിങ്ങൾ സ്വർഗരാജ്യത്തിലേക്ക് കടക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് തുടങ്ങിയതാണ്. ഉയരത്തിൽ നിന്ന് ശക്തി ലഭിച്ച ശേഷം നിങ്ങൾ യെരുശലേമിലും യഹൂദിയയിലും എല്ലായിടത്തും ശമരിയയിലും പിന്നെ ഉലകത്തിൻ്റെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുകയും ഭയങ്കര ആരവാരവത്തോടെ ആരംഭിച്ചൊരു പദ്ധതിയാണ് ഈ പറഞ്ഞ് നിർത്തുന്നത്. കിങ്ഡം ഈസ് നോട്ട് കമ്മിങ് ആൻഡ് ഇറ്റ് ഈസ് ഗോയിങ് ടു ദ ജെൻറ്റൈൽസ്. നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് റൈറ്റ് ഡിവിഷൻ എന്ന് പറയുന്നത്. ആ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലായി കഴിയുമ്പോൾ ക്രിസ്ത്യാനിറ്റി എന്താണ് എന്ന് നമുക്ക് കുറേ കൂടെ ഗ്രഹിക്കുവാനായിട്ട് കഴിയും. ഇവിടെ പോളിനെ വിളിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം. പൗലോസ് അപ്പോസ്തലനെ വിളിക്കുന്നത് തന്നെ കണ്ടില്ലേ? പൗലോസ് അപ്പോസ്തലനെ വിളിക്കുന്നത് എവിടെ വെച്ചാണെന്നറിയാമോ? സിറിയയിൽ വെച്ച്, ഡമസ്കോസിൽ വെച്ച്. എന്താ യെരുശലേമിൽ വെച്ച് വിളിക്കാഞ്ഞേ? ഇസ്രായേലിൽ നിന്നാണ് ഇതൊക്കെ ആരംഭിക്കുന്നതെന്നുണ്ടെങ്കിൽ പോളിനെ എന്തായി? പോള് യെരുശലേമിൽ നിന്നും ദമസ്കോസിലേക്ക് പോവുക. എന്തിനാണ് പോകുന്നത്? ഇവിടെ ഉണ്ടായിരുന്ന ഇസ്രായേൽ ഇവരെല്ലാം ഓടിപ്പോയിരിക്കുക. സ്തേഫാനോസിൻ്റെ കാലത്തെ പ്രശ്നം കാരണം റായട്ടുണ്ടായിട്ട് അവരെല്ലാം അടിച്ച് പിടിച്ച് കെട്ടി തിരിച്ചു കൊണ്ടുവരാനായിട്ട് പോവുക. പോകുമ്പോഴേ കർത്താവിന് അറിയത്തില്ല അങ്ങോട്ടാണ് പോകുന്നത്, ഇന്ന കാര്യത്തിന് വേണ്ടിയാണ് പോകുന്നത്. യെരുശലേമിലെ മഹാപുരോഹിതൻ്റെ ലെറ്ററുണ്ട്, കൈയെഴുത്തും മേടിച്ചുകൊണ്ടോ പോകുന്നത്. എന്തിനാണ് കൈയെഴുത്ത്? ആ കൈയെഴുത്ത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ അച്ഛൻ്റെ കൈയെഴുത്ത് കൊണ്ട് അവിടെ പോയി അവിടുത്തെ അച്ഛൻ്റെ കൊടുത്താൽ അവിടെയുള്ള ആൾക്കാരെ ഇങ്ങോട്ട് വിടും. ചുരുക്കി പറഞ്ഞ് ഇവരെല്ലാവരും അച്ഛൻ്റെ കീഴിൽ തന്നെയാണ് ഇപ്പോഴും. ഇവിടുത്തെ പുരോഹിതൻ്റെ കീഴിൽ തന്നെയാണ്. അവിടുത്തെ പുരോഹിതന് വേണ്ടിയിട്ടുള്ള ലെറ്റർ കിട്ടി, അതുകൊണ്ട് കൊണ്ടുപോവുകയാണ്. അവിടെ ചെന്ന് കൊടുത്തു കഴിയുമ്പോൾ അവിടുന്ന് വിടും. അതാണ് അവിടെ ചോദിക്കുന്നത്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ ഇവിടുന്ന് തിരിക്കുമ്പോഴേ ആ കാര്യം ദൈവത്തിന് അറിയാം. വേണമെങ്കിൽ ഇവിടെ വെച്ച് പിടിച്ചിടായിരുന്നു ഇവിടെ. എന്നാൽ ഇസ്രായേൽ ട്രാവൽ ചെയ്ത് അഷ്കലോൻ താണ്ടി ആ ഒരു ദേശം കഴിഞ്ഞ് നേരെ ഡമസ്കോസിൽ കയറിയതിനു ശേഷം ദമസ്കോസിൽ വെച്ചാണ് പൗലോസിനെ പിടിക്കുന്നത്. ഒരു ജാതീയ മണ്ണിൽ ചെന്നതിന് ശേഷമാണ് പൗലോസിനെ വിളിക്കുന്നത് തന്നെ ജാതികളുടെ അപ്പോസ്തലനായിട്ട്. ഉലകത്തെ അത് ഇസ്രായേലിൻ്റെ പദ്ധതിയേ അല്ല. എന്നാൽ ഇസ്രായേലിനും രക്ഷപ്പെടാനുള്ള സ്കോപ്പുണ്ട്, അവർക്കും അതിൽ വിശ്വസിക്കാം. പോളും ഒരു ഇസ്രായേലിനാണ്. നിങ്ങൾക്കറിയാമോ, ഇസ്രായേലിൽ വെച്ച് ആരെയും തന്നെ ക്രിസ്ത്യാനികളെന്ന് ആരും വിളിച്ചിട്ടില്ല. എത്ര പേരെ ക്രിസ്ത്യാനികളെന്ന് ഇസ്രായേലിൽ വെച്ച് വിളിച്ചിട്ടുണ്ട്? അവരെ ആരും വിളിച്ചിട്ടില്ല. എത്ര അപ്പോസ്തലന്മാരെയാണ് ക്രിസ്ത്യാനികളെന്ന് വിളിച്ചിട്ടുള്ളത്? അവരിതിൻ്റെ തലത്തൊട്ടപ്പന്മാരാണ്, അവരിതിൻ്റെ നടുത്തൂണുകളാണെന്നുണ്ടെങ്കിൽ എത്ര അപ്പോസ്തലന്മാരെയാണ് ക്രിസ്ത്യാനികളെന്ന് വിളിച്ചിട്ടുള്ളത്? പോളിനെയാണ് വിളിക്കുന്നത്, ഡമസ്കോസിൽ വെച്ചാണ് വിളിക്കുന്നത്, അന്ത്യോക്യയിൽ വെച്ചാണ് വിളിക്കുന്നത്. അവരെ ക്രിസ്ത്യാനികളെന്ന് വിളിക്കുന്നത്. ഇവരെല്ലാം ക്രിസ്ത്യാനിറ്റിയാണ് പ്രസംഗിച്ചതുകൊണ്ട് ഇവരെയൊക്കെ ക്രിസ്ത്യാനികളെന്ന് വിളിക്കാൻ പറ്റത്തില്ലേ? ഇസ്രായേലിൽ അവരെ ആരും വിളിച്ചിട്ടില്ല. കാര്യം അവർക്ക് എല്ലാവർക്കും അറിയാം അവർ ക്രിസ്ത്യാനിറ്റി അല്ല പ്രസംഗിക്കുന്നത്. അവർ പ്രസംഗിക്കുന്നത് ഈ യഹൂദിയ വിശ്വാസം. അവർ ജനിച്ചതും ജീവിച്ചതും മരിച്ചതും ഇനി ഉയർത്തെഴുന്നേൽക്കുന്നത് യഹൂദനായിട്ടാണ്. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയെന്ന് പറയുന്നവർ നമ്മൾ അവരെ ക്രിസ്ത്യാനികളാക്കിയിരിക്കുക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പത്രോസ് അപ്പോസ്തലനോട് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്ക് ഇതിനെക്കുറിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഐഡിയ ഇല്ല. എനിക്ക് ഒത്തിരി ജൂയിഷ് ഫ്രണ്ട്സിനെ അറിയാം. പലരോട് ഞാൻ ചോദിച്ചിട്ട് ഒരുത്തർക്കും അറിയത്തില്ല. അവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആരാ ക്രിസ്ത്യാനിറ്റി ആരാ സ്ഥാപിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും പോളാണെന്ന് പറയും. അവർക്ക് നല്ല നിശ്ചയമായിട്ട് അറിയാം ഒരു 12 അപ്പോസ്തലനും അല്ല ക്രിസ്ത്യാനിറ്റി സ്ഥാപിച്ചത്. പക്ഷെ നമുക്ക് ചില കാര്യങ്ങൾ വരുത്തി തീർക്കണമെന്നുണ്ടെങ്കിൽ അവരെ അപ്പോസ്തലന്മാരാക്കണം. ചില കാര്യങ്ങൾ നമ്മുടെ സഭ പറയുന്നതുമായിട്ട് അലൈൻഡായിട്ട് പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ മത്തായി 28 മർക്കോസ് 16 ഒക്കെ പറയുന്നത് നമ്മുടെ ഗ്രേറ്റ് കമ്മീഷൻ ആകണം. അപ്പോസ്തല പ്രവൃത്തികൾ 2 സഭ സ്ഥാപിതമാകണം. ഇതൊക്കെ ചില കാര്യങ്ങളെ ചേർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നത്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ബേസിക്സിൽ നിന്ന് നമ്മൾ മാറിപ്പോയിരിക്കും. നമുക്ക് സഭ എന്താണ്, എവിടെ ആരംഭിച്ചു, ക്രൂശിലൂടെ നടന്നിരിക്കുന്ന രക്ഷാമാർഗം എന്താണെന്ന് നമ്മൾ അറിയരുത്. അതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് സാത്താൻ ഞാനിന്ന് രാവിലെ കാണിച്ചതുപോലെ തന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു എന്ന് പറഞ്ഞ സാത്താൻ ഇപ്പം ലോകമെല്ലാം അറിഞ്ഞുപോയി. ഇനി എന്താ ചെയ്യുന്നത്? അതാണ് സാത്താൻ ചെയ്തിരിക്കുന്ന തന്ത്രം. അവൻ നമ്മളെ കുരുക്കിയിരിക്കുക. ഈ ക്രൂസിലൂടെയുള്ള രക്ഷാ പദ്ധതി ജനം അറിയാതിരിക്കാൻ വേറെ പല മാർഗങ്ങളും നമുക്ക് തന്നിരിക്കുക. വേറെ എന്ത് വേണമെങ്കിലും തരും, അതിലൊന്നും അവനൊരു പ്രശ്നവുമില്ല. പക്ഷേ ഇന്ന് രക്ഷ നിറവേറിയിരിക്കുന്ന ക്രൂസിലൂടെ ആയതുകൊണ്ട് അത് നമ്മൾ അറിയരുത്.
എഫ് ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 5-6 വാക്കുകൾ കൂടെ കാണിച്ച് ഒത്തിരിയും കാര്യങ്ങൾ ഇവിടെ നിന്ന് പറയാനുണ്ട്. ഞാൻ നിങ്ങളോട് സംസാരിക്കണമെന്ന് വിചാരിച്ച് ചില നോട്ടുകൾ എഴുതിയിരുന്നതിൻ്റെ ഒരു പേജ് തീർന്നിട്ടുള്ളൂ. ഇഷ്ടംപോലെ കാര്യങ്ങൾ ഇതിനോടുള്ള ബന്ധത്തിൽ പറയാനുണ്ട്. ഇത് കണ്ടില്ല 5-ാമത്തെ വാക്യം, വിച്ച് ഇൻ അതർ ഏജസ് വാസ് നോട്ട് മെയ്ഡ് നോൺ അണ്ടു ദ സൺസ് ഓഫ് മാൻ. ആ സൺസ് ഓഫ് മാൻ എന്നൊക്കെ എഴുതിയേക്കുന്നുണ്ടോ, മനുഷ്യൻ്റെ മക്കൾക്ക് അറിയത്തില്ലായിരുന്നു എന്നാണ് പറയുന്നത്. വിച്ച് ഇൻ അതർ ഏജസ് വാസ് നോട്ട് മെയ്ഡ് നോൺ. പോൾ ഇത് എഴുതുമ്പോൾ ഈ സംഗതി മനുഷ്യൻ്റെ മക്കൾക്ക് അറിയത്തില്ലായിരുന്നു എന്നാണ് പറയുന്നത്. ആ മർമ്മം ഇപ്പോൾ തന്നെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിയായി വന്നിരുന്നില്ല. മലയാളത്തിൽ അതിനെ ഒരു ഇച്ചിരി പോളിഷ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇംഗ്ലീഷിൽ വായിക്കണം. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നുണ്ടോ, വിച്ച് ഇൻ അതർ ഏജസ് വാസ് നോട്ട് മെയ്ഡ് നോൺ അണ്ടു ദ സൺസ് ഓഫ് മാൻ ആസ് ഇറ്റ് ഈസ് നൗ റിവീൽഡ് അണ്ടു ഹിസ് ഹോളി അപ്പസ്റ്റൽസ്. ഇത് പൗലോസ് അപ്പോസ്തലൻ എഫേസ്യർക്ക് എഴുതുന്ന ലേഖനം, AD 50-കളിൽ എഴുതുന്ന ലേഖനമാണ്. അന്ന് പോൾ പറയുകയാണ് ഇത് മുൻകാലങ്ങളിൽ മനുഷ്യൻ്റെ മക്കൾക്ക് അറിയത്തില്ലായിരുന്നു. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുമ്പ് എഴുതി നടന്ന കാര്യങ്ങളാണെന്ന് നമ്മൾ പറയുന്ന മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാനിലോ അപ്പോസ്തല പ്രവൃത്തികൾ 2-ലൊന്നും ഈ കാര്യം വെളിപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അൺലെസ് യു റൈറ്റ്ലി ഡിവൈഡ്, ക്രിസ്ത്യാനിയുടെ മാർഗം എന്താണെന്ന് പറയുന്നത് നമ്മൾ യഹൂദിയ വിശ്വാസത്തിൽ അകപ്പെട്ടു പോകും. നമ്മൾ യഹൂദിയ മാർഗവും ക്രിസ്ത്യ മാർഗവും കൂടെ ചേർന്ന് ഇന്നൊരുമാതിരി കിച്ചടി മാതിരി ആയിരിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഈ റൈറ്റ് ഡിവിഷൻ, റൈറ്റ്ലി ഡിവൈഡ് എന്നൊരു കാര്യം നമ്മൾ പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത.